Good morning. Good morning. Good morning. Good morning, miss. Good morning. Good morning, ma'am. Okay, very good morning to all and warm welcome to Smart Street. Thank you, sir. Thank you, ma'am. Okay, fine. ഓക്കെ, നമുക്കപ്പോ കുറച്ചു നേരം സംസാരിച്ചിരിക്കാം. നിങ്ങൾക്ക് കുറെ ഡൗട്ട്സും കൺസേൺസും എല്ലാം ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോ ഇനീഷ്യലി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ജസ്റ്റ് ഒന്ന് ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഓൺ ആക്കാം, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. എന്തെങ്കിലും ചോദിക്കേണ്ടതുള്ളപ്പോൾ ഒന്ന് ഓഡിയോ ഓൺ ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ. നമുക്ക് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട്, വിർച്വൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമുക്കറിയില്ലല്ലോ, വേറൊരാൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ വേറൊരാൾ അങ്ങനെ ചിലപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് സംസാരിക്കാൻ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളൊന്ന് സംസാരിക്കും. ഓക്കെ, സോ വൺസ് അഗെയിൻ വാം ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. അപ്പൊ നിങ്ങൾക്ക് കുറെ സംശയങ്ങളുണ്ടല്ലേ? മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ കുറെ പേർക്ക് അറിയാം, കുറെ പേർക്ക് കുറെ ഡൗട്ട്സ് ഉണ്ട്. എന്താണിത് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ഓൺലൈൻ ആകുമ്പോൾ എങ്ങനെയാകും, അങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടായി. സോ എന്താ ഈ മോണ്ടിസോറി മെത്തേഡ്? എന്താ ഈ മോണ്ടിസോറി എന്ന് പറഞ്ഞാൽ എന്താ? കേട്ടിട്ടുണ്ടോ മോണ്ടിസോറി? KG UG ക്ലാസ്സുകളെ പഠിപ്പിക്കുന്നതല്ലേ? അതെ അതെ, ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ ശരിക്കും ഒരു ഏജ് സ്പാൻ പറയുവാണെങ്കിൽ 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പറ്റിയ രീതിയിലുള്ള ഒരു പഠന രീതിയാണ്, ഒരു മെത്തേഡാണ്, ഒരു ലേണിംഗ് മെത്തേഡാണ്. അതാണ് മോണ്ടിസോറി എന്ന് പറയുന്നത്. ഈ പേര് വരാൻ കാരണം ഈ മെത്തേഡിന്റെ ഫൗണ്ടറുടെ പേര് ഡോക്ടർ മറിയ മോണ്ടിസോറി എന്നാണ്. കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഡോക്ടർ മറിയ മോണ്ടിസോറി എന്നാണ് അവരുടെ പേര്. അവർ ഇറ്റലിക്കാരിയായിരുന്നു. അപ്പൊ മറിയ മോണ്ടിസോറി എന്ന് പറഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഈവൻ യൂറോപ്യൻ കൺട്രീസിൽ വരെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷിദ്ധമായിരുന്നു. അധികം പഠിപ്പിക്കില്ല പെൺകുട്ടികൾ. നമുക്ക് ഐഷ ഒന്ന് പ്ലീസ്. ഓക്കെ ഓക്കെ, ബി കംഫർട്ടബിൾ. ഇരുന്നോ, ഒന്ന് മ്യൂട്ട് ചെയ്യാമോ ഐഷ? താങ്ക് യു. ഓക്കെ, അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ യൂറോപ്യൻ കൺട്രീസിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം അങ്ങനെ അധികം കൊടുക്കാറൊന്നുമില്ല പാരന്റ്സ്. നമ്മുടെ നാട്ടിലിപ്പോ അങ്ങനെയൊന്നുമല്ല. എല്ലാം കുട്ടികളെ നമ്മൾ എത്രത്തോളം അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പഠിപ്പിക്കാൻ പറ്റൂ, നമ്മളുടെ രീതികൾക്കനുസരിച്ച് നമ്മൾ പഠിപ്പിക്കാറുണ്ട്. നമ്മളും പഠിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ എത്ര ഏജ് ആണെങ്കിലും നമുക്ക് കൂടുതൽ പഠിക്കണം എന്നൊരു ആഗ്രഹമാണ്. പല കാര്യങ്ങളും അറിയണം, അറിവ് സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. നോർത്ത് ഇന്ത്യയിൽ, നമ്മുടെ ഇന്ത്യയിലെ നോർത്ത് സൈഡുകളിലൊക്കെ റിമോട്ട് ഏരിയകളിൽ പലയിടത്തും പക്ഷെ പെൺകുട്ടികൾക്ക് ഇപ്പോഴും വിദ്യാഭ്യാസം നൽകാറില്ല. പക്ഷെ നമ്മുടെ കേരളത്തിൽ അതല്ല സ്ഥിതി. നമ്മളെല്ലാവരും വളരെ ഫോർവേഡ് ആയിട്ട് ചിന്തിച്ച് നമ്മളും പഠിക്കുന്നു, നമ്മുടെ മക്കളെയും പഠിപ്പിക്കുന്നു അല്ലെ? ആ ഒരു രീതിയിൽ പോകുന്നു. അപ്പൊ യൂറോപ്യൻ കൺട്രീസിൽ അന്നത്തെ കാലഘട്ടത്തിൽ അത് ഉണ്ടായിരുന്നു. പക്ഷെ മറിയ മോണ്ടിസോറിയുടെ പാരന്റ്സ് വളരെ ഫോർവേഡ് ആയി ചിന്തിക്കുന്നവരായിരുന്നു. അവർക്ക് കൊച്ചു മറിയയെ പഠിപ്പിക്കണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അങ്ങനെ മറിയയ്ക്കും പഠിക്കണം എന്ന് വളരെ ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മളുടെ ഒരു ഹയർ സെക്കൻഡറി, അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ആ ഒരു ഗ്രേഡ് കഴിഞ്ഞതിന് ശേഷം മറിയ നേരെ ജോയിൻ ചെയ്യുന്നത് ടെക്നിക്കൽ ഫീൽഡിലേക്കാണ്. നമ്മുടെ ഒരു എഞ്ചിനീയറിംഗിന് സമാനമായ ഒരു കോഴ്സ്. പക്ഷെ മറിയയ്ക്ക് ഒട്ടും അത് ഇഷ്ടമായില്ല. അങ്ങനെ അവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് മെഡിക്കൽ ഫീൽഡിലേക്ക് തിരികെയാണ്. അവർക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാനായിരുന്നു താല്പര്യം. മെഡിക്കൽ ഫീൽഡിലേക്ക് ചെല്ലുന്നു. പക്ഷെ അവിടെയും മറിയെ കാത്തു നിന്നത് ചലഞ്ചസ് ആയിരുന്നു. ആ ഒരു മെഡിക്കൽ ഫീൽഡ്, അതായത് നമ്മുടെ MBBSന് ഇക്വലന്റ് ആയിട്ടുള്ളത്, അവിടെ മറിയ മാത്രമായിരുന്നു ഒരു പെൺകുട്ടി, ബാക്കിയെല്ലാം ആൺകുട്ടികളായിരുന്നു. അപ്പൊ അതിൻ്റെതായ പല ബുദ്ധിമുട്ടുകളും മറിയ അനുഭവിച്ചു. പ്രത്യേകിച്ചും അനാട്ടമി ലാബില്. മെഡിസിന് പഠിക്കുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട ലാബാണ് അല്ലെ അനാട്ടമി ലാബ്. മനുഷ്യ ശരീരത്തെ കുറിച്ചാണ് അവർ പഠിക്കുന്നത്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓർഗൻസിനെ കുറിച്ചും മനുഷ്യ ശരീരത്തിൽ പല പ്രക്രിയകളും നടക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പൊ അതിന് ഡെഫിനറ്റ്ലി അവിടെ ഒരു മനുഷ്യ ശരീരം വേണം. അപ്പൊ അനാട്ടമി ലാബില് ഡെഡ് ബോഡീസ് ഉണ്ടായിരുന്നു. കോപ്സ്, കെഡാവർ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ. ഇതൊക്കെ ഇങ്ങനെ പ്രോസസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവര് പഠിക്കുന്ന സമയത്ത് ഡെഡ് ബോഡീസ് എല്ലാം തന്നെ നേക്ഡ് ആയിരിക്കും. അപ്പോൾ ആൺകുട്ടികള് വളരെയധികം ഇങ്ങനെ കളിയാക്കി ചിരിക്കുകയും അങ്ങനെയുള്ള ചലഞ്ചസ്, ചെറിയ ഒരു ടീനേജ് പ്രായമാണല്ലോ ചെറിയ മറിയ, ഈ ചലഞ്ചസ് ഒക്കെ ഓവർകം ചെയ്താണ് പഠിക്കുന്നത്.
പഠിത്തം പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ മറിയയ്ക്ക് കുട്ടികളോട് വലിയ താല്പര്യമായിരുന്നു. കുട്ടികളുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. എങ്ങനെയാണ് ഈ കൊച്ചു കുട്ടികൾക്ക് പല കഴിവും വരുന്നത്, അവരെങ്ങനെയാണ് ഇത്ര ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നത്, അവരെങ്ങനെയാണ് അവരുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യുന്നത്, ഇതൊക്കെ മറിയയ്ക്ക് ഭയങ്കര ഒരു ക്യൂരിയസ് ആയിരുന്നു. മറിയ അതിൽ റിസർച്ച് ചെയ്യാൻ തുടങ്ങി, അനലൈസ് ചെയ്യാൻ തുടങ്ങി, കുട്ടികളെ ഒബ്സർവ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിനൊരു കാരണവും കൂടി ഉണ്ട്. കാരണം മറിയ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് 2 ലോകമഹായുദ്ധങ്ങളും നടന്നത്. 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും. യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമുള്ള കാര്യമല്ല അല്ലെ, കഷ്ടപ്പാടുകൾ തന്നെയാണ്. ചെറിയൊരു ലഹള നമ്മുടെ എവിടെയെങ്കിലും ഒരു ജംഗ്ഷനിൽ ഉണ്ടായാൽ തന്നെ നമുക്കൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്, സ്ട്രെസ്സാണ്. നമ്മുടെ വീടിന് തൊട്ടടുത്ത് എന്തെങ്കിലും ഒരു തമ്മിലൊരു വഴക്കുണ്ടായാൽ തന്നെ നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നും. അപ്പോ കുറെ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമാകുമ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുന്നത്. പിന്നെ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഈ സോൾജിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരും വയസ്സായവരൊന്നുമല്ല, എല്ലാം യങ്സ്റ്റേഴ്സ് ആണ്. ഇപ്പൊ യുദ്ധം കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താ, ഈ യങ്സ്റ്റേഴ്സിലെ പലരും മരണപ്പെടും. പലരും ഹാൻഡിക്യാപ്ഡ് ആവും, കൈയും കാലും എല്ലാം നഷ്ടപ്പെടും. അപ്പോ ചില ഫാമിലികൾക്ക് അവരുടെ മകനെ നഷ്ടപ്പെടുന്നു, ചിലർക്ക് അച്ഛനെ നഷ്ടപ്പെടുന്നു, കുട്ടികൾക്ക് അച്ഛനെ നഷ്ടപ്പെടുന്നു. പിന്നെ ആ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് പല നാശനഷ്ടങ്ങളും സംഭവിച്ച് പലർക്കും വീട് നഷ്ടപ്പെടുന്നു, അവരുടെ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെടുന്നു. അപ്പൊ ആളുകളുടെ ജീവിതം വളരെ താഴെ ലെവലിലേക്ക് പോകുന്നു. കുട്ടികൾ അനുഭവിക്കുന്ന വിഷമം, മറ്റ് അമ്മമാർ അനുഭവിക്കുന്ന വിഷമം, ലൈഫ് പാർട്ട്നേഴ്സ് നഷ്ടപ്പെട്ടവർ അനുഭവിക്കുന്ന വിഷമം, സഹോദരങ്ങൾ നഷ്ടപ്പെട്ടവരുടെ വിഷമം, ഇതെല്ലാം കണ്ടു മറിയയ്ക്ക് ഭയങ്കര ദുഃഖം തോന്നും. ഈ ഒരു അവസ്ഥ ഒന്ന് മാറ്റണം. മറിയയുടെ നാട്ടിലെ കാര്യം മാത്രമല്ല വിചാരിച്ചത്, ലോകം മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവനും വളരെ സന്തോഷത്തോടു കൂടിയും സാഹോദര്യത്തോടു കൂടിയും സ്നേഹത്തോടു കൂടി ജീവിക്കണം. അതിനെന്ത് ചെയ്യാൻ പറ്റും, അതാണ് മറിയ ചിന്തിച്ചത്. അപ്പൊ മറിയയ്ക്ക് മനസ്സിലായി, യൂത്തിനെ മനസ്സിലാക്കിച്ചിട്ട് കാര്യമില്ല. നമ്മളും പറയാറില്ലേ, കതിരിന്മേൽ ചെന്ന് വളം വെച്ചിട്ട് കാര്യമില്ലാന്ന്. അപ്പൊ യൂത്തിന്റെ അടുത്ത് ഒന്നും നടക്കില്ല എന്ന് മറിയയ്ക്ക് മനസ്സിലായി. അപ്പൊ നല്ല സ്നേഹവും പരസ്പരം സ്നേഹവും ബഹുമാനവും പരസ്പരം സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സുള്ള ഒരു പുതിയ തലമുറയെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിന് പറ്റിയൊരു സൊല്യൂഷൻ എന്ന് മറിയയ്ക്ക് മനസ്സിലായി. അങ്ങനെയാണ് മറിയ കൊച്ചു കുട്ടികളിലേക്ക് തിരിയുന്നത്. അവരാ കുഞ്ഞായിരിക്കുന്ന പ്രായത്തിൽ തന്നെ അവരുടെ മനസ്സിൽ ഇതുപോലുള്ള നല്ല ക്വാളിറ്റീസ്, നല്ല വാല്യൂസ്, നമ്മളെ വീട്ടില് നമ്മളുടെ കുഞ്ഞുങ്ങൾ, നമ്മളെല്ലാരും പല പല എത്തിക്സും പല പല റിലീജിയസ് ബിലീഫും ഉള്ള ആൾക്കാരാണല്ലേ. അപ്പൊ നമ്മളുടെ ട്രഡീഷൻ, നമ്മളുടെ ആചാരങ്ങൾ, നമ്മളുടെ വിശ്വാസങ്ങൾ ഇതനുസരിച്ച് നമ്മൾ വീട്ടിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ കൊച്ചുകുട്ടികൾ അത് കണ്ടുകൊണ്ട് വളരുവാണ്. നമ്മൾ അവരിലേക്ക് പകർന്നു കൊടുക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ അവരുടെ ഉള്ളിൽ നിറയണത് മുഴുവനും നല്ല വാല്യൂസ് ആണ്, നല്ല മൂല്യങ്ങൾ, നല്ല മോറൽ വാല്യൂസ്. അതാണ് അവർക്ക് മറ്റാളുകളോട് സ്നേഹത്തോടെ പെരുമാറാനും ബഹുമാനത്തോടെ പെരുമാറാനും അവരെ പഠിപ്പിക്കുന്നത്. കുട്ടികളുടെ ജനിച്ച കുറെ നാളുകൾ അവർ വീട്ടിൽ തന്നെയാണല്ലേ. 3 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 2.5 വയസ്സ് കഴിയുമ്പോഴാണ് അവര് അടുത്ത ഒരു എൻവയോൺമെന്റിലേക്ക് പോകുന്നത്. അംഗൻവാടികൾ, പ്ലേ സ്കൂൾ, പ്രീ സ്കൂൾ, ഡേ കെയർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പോ സ്കൂളുകൾ അങ്ങനെയുള്ളടത്തേക്ക് പോകും. അപ്പൊ ഇവര് പോകുന്ന അടുത്ത എൻവയോൺമെന്റിന്റെ ഒരു ഫേസ് ആണ് ഈ പറഞ്ഞത്. അത് കഴിയുമ്പോൾ അവര് സൊസൈറ്റിയുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു. അപ്പൊ ഒരു കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നത്, കണക്ട് ചെയ്യുന്നത് ഈ 3 ഏരിയ ആയിട്ടാണ്. ഒന്ന് നമ്മുടെ വീട്, പിന്നെ സ്കൂള്, പിന്നെ സൊസൈറ്റി. ഇതെല്ലാം കുട്ടിയെ ഡെവലപ്മെന്റിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് വളരാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വീട് നമ്മൾ ഉണ്ടാക്കണം. അവർക്ക് നല്ല രീതിയിൽ വളരാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് സ്കൂളിൽ ഉണ്ടാകണം. അവര് മിങ്കിൾ ചെയ്യുന്ന സൊസൈറ്റിയും അതുപോലെ ആയിരിക്കണം. ഓരോ വീടും അങ്ങനെ നന്നാവുമ്പോ, ഓരോ സ്കൂളും അങ്ങനെ നന്നാവുമ്പോ ഗ്രാജുവലി സൊസൈറ്റിയിലും ആ മാറ്റങ്ങൾ നല്ല മാറ്റങ്ങളായിരിക്കും. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് യാതൊരു തടസ്സവും ഉണ്ടാവില്ല. വീട്ടിൽ കുട്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒന്ന് ഷൗട്ട് ചെയ്യുമ്പോൾ ആ കുട്ടി വല്ലാതെ വിറയ്ക്കും അല്ലെ, അത് ഞെട്ടിപ്പോവും. ആ ഞെട്ടൽ അതിന്റെ ഉള്ളിൽ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. ആ ഞെട്ടലോടുകൂടി ആ കുട്ടി കിടന്നുറങ്ങിയാലോ, ഉറക്കത്തിൽ അവൻ ഞെട്ടുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ല നമുക്ക് വീട്ടിൽ വേണ്ടത്, സ്കൂളിൽ. അപ്പൊ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ പാരന്റ്സ്, മറ്റു ഫാമിലി മെമ്പേഴ്സ് അവരാണ് ശ്രദ്ധിക്കേണ്ടത്. സ്കൂളിലെ കാര്യങ്ങൾ ടീച്ചർ. കുട്ടികൾക്കൊരു സെക്കൻഡ് ഹോമാണ് സ്കൂൾ എന്ന് പറയുന്നത് അല്ലെ. അവർ ആക്റ്റീവ് ആയിരിക്കുന്ന ടൈം മുഴുവനും സ്കൂളിലാണ്.
മോർണിംഗ് ടു ഈവനിങ് അവർ വളരെ ആക്റ്റീവ്, മെന്റലി ഫിസിക്കലി എല്ലാം ആക്റ്റീവ് ആയിരിക്കുന്ന ടൈം സ്കൂളിലാണ്. അപ്പൊ സ്കൂളിലെ ടീച്ചറുടെ റെസ്പോൺസിബിലിറ്റി അത്രയും വലുതാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കളിച്ചു, ഭക്ഷണം കഴിച്ചു, കുളിച്ചു, അവര് കിടന്ന് ഉറങ്ങുമായി, എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടെങ്കിൽ ചെയ്യും. ഇത്രയും വീട്ടിലെ ടൈമിൽ അവരുള്ളൂ, ബാക്കി മുഴുവൻ ഒരു റെസ്റ്റ് ആണ്. അപ്പൊ ടീച്ചറിന്റെ റെസ്പോൺസിബിലിറ്റി അത്രയുണ്ട് ഒരു കുഞ്ഞ് വളർന്നു വരുന്നത്. അത് ഏത് ടീച്ചറെയാണ്? പ്രീ സ്കൂൾ ടീച്ചറുടെ, KG LKG UKG സെഷനിലെ ടീച്ചർ, അംഗൻവാടിയിലെ ടീച്ചറുടെ റെസ്പോൺസിബിലിറ്റി. അപ്പൊ നമ്മൾ അറിയണം, നമ്മളുടെ റെസ്പോൺസിബിലിറ്റി അതാണല്ലേ. നിങ്ങൾ എല്ലാവരും അതാകാൻ വേണ്ടിയിട്ട് ആഗ്രഹത്തോടു കൂടിയായിരിക്കും വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി അത്രയുണ്ട്. കുഞ്ഞുങ്ങളെ വളരെ ഡെലിക്കേറ്റ് ആണ്. പിന്നെ 10 കുട്ടികൾ ഉണ്ടെങ്കിൽ 10 പേരും 10 രീതിയിൽ തന്നെയാണ്. ഇതിൽ പലരും പാരന്റ്സ് ഉണ്ടാകും, പല ടീച്ചേഴ്സും ഉണ്ടാകും, അല്ലെ. പാരന്റ്സ് ഇപ്പൊ ഒരു 2 കുട്ടി 3 കുട്ടിയൊക്കെ ഉള്ള പാരന്റ്സിന് ഒന്നാമത്തെ കുട്ടിക്ക് അവര് പുതിയ അച്ഛനും അമ്മയാണെങ്കിൽ രണ്ടാമത്തെ കുട്ടിക്ക് വീണ്ടും അവര് പുതിയ അച്ഛനും അമ്മയും ആകണം. ഒന്നാമത്തെ കുട്ടിയെ നോക്കിയ പോലെ ആയിരിക്കില്ല രണ്ടാമത്തെ കുട്ടിയെ നോക്കേണ്ടത്. 2 കുട്ടികളും തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണല്ലേ. അപ്പൊ രണ്ടാമത്തെ കുട്ടിക്കും നിങ്ങൾ പുതിയ അച്ഛനും അമ്മയാണ്. മൂന്നാമതൊരു കുട്ടി ഉണ്ടായാൽ അതിനും നിങ്ങൾ പുതിയ പാരന്റ്സ് ആയിട്ട് നിങ്ങൾ വളരണം. നമ്മളും ജനിക്കുക അവിടെ, അല്ലെ. ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു അമ്മ ജനിക്കുവാണെന്ന് പറയും. അപ്പൊ ഓരോ കുട്ടിക്കും അമ്മ വീണ്ടും വീണ്ടും ജനിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ കുട്ടികളെ മനസ്സിലാക്കി വേണം നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെ മറിയം മോണ്ടിസോറി മനസ്സിലാക്കിയത് ബർത്ത് തുടങ്ങി, ജനിക്കുമ്പോൾ തുടങ്ങി 3 വയസ്സ് വരെയും കുട്ടികൾക്ക് മെമ്മറി ഉണ്ട്, പക്ഷെ അത് അവർക്ക് ഓർമ്മയുണ്ടാവില്ല. നമുക്കും ആ ചെറിയ പ്രായത്തിലെ കാര്യങ്ങൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഓർക്കാൻ പറ്റുന്നില്ല. പക്ഷെ 3 വയസ്സിന് ശേഷം ആദ്യമായി സ്കൂളിൽ പോയതോ അച്ഛന്റെ കൈ പിടിച്ചോ അമ്മയുടെ കൈ പിടിച്ചൊക്കെ പോയതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും. ഫ്രണ്ടിനെ കണ്ടതോ, അങ്ങനെ എന്തെങ്കിലും മിഠായി കഴിച്ചോ, എന്തെങ്കിലും ടീച്ചർ എന്തെങ്കിലും പൂ തന്നതോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ചിലപ്പോൾ ടീച്ചർ കൊടുത്ത സാരിയുടെ കളർ വരെ നമുക്ക് ഓർമ്മയുണ്ടാവും. നമ്മൾ എഴുതിയ പരീക്ഷകളെ കുറിച്ചും അങ്ങനെയൊക്കെ. അപ്പൊ 3 വയസ്സിന് ശേഷം, ഒരു സെക്കൻഡ്, 3 വയസ്സിന് ശേഷം ഈ കുട്ടികൾക്ക് എല്ലാം ഓർമ്മയുണ്ടാവും. അവരുടെ ബ്രെയിനിൽ അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കും, കാണുന്നതും കേൾക്കുന്നതും അവര് മനസ്സിലാക്കുന്നതുമെല്ലാം. നമ്മൾ കുഞ്ഞുങ്ങളെ പറ്റി പറയാറില്ലേ, നമ്മള് മുതിർന്ന ആൾക്കാർ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും പതുക്കെ പറ മുഴുവൻ പിടിച്ചെടുക്കുന്നത് നമ്മൾ പറയുമല്ലേ. കാരണം അതാണ്, അത് അവരുടെ ഒരു കപ്പാസിറ്റിയാണ്. അവരുടെ ബ്രെയിനിൽ അത് കംപ്ലീറ്റ് സ്റ്റോർ ചെയ്തിരിക്കും. നമ്മൾ പറഞ്ഞതും അവർ കേട്ടതും അവര് കണ്ടതും മനസ്സിലാക്കിയതുമെല്ലാം. അപ്പൊ കുട്ടികള് വളരുന്നത് അവരുടെ സെൻസസ് യൂസ് ചെയ്തിട്ടാണ്. നമുക്ക് എത്ര സെൻസസ് ഉണ്ട്? എത്ര സെൻസസ് ഉണ്ട്? പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ? 5 സെൻസസ്. 5. അല്ലെ, നമ്മൾ കാണുന്നത് സെൻസ് ഓർഗൻസിൽ ഒരെണ്ണമാണ്. നമ്മുടെ വിഷ്വൽ സെൻസിന്റെ ഓർഗൺ ആണ് കണ്ണെന്ന് പറയുന്നത്, ഐ. നമ്മളുടെ കേൾവി, ഓഡിറ്ററി സെൻസിന്റെ ഓർഗൺ ആണ് ചെവി. പിന്നെ നമ്മൾ സ്മെല് ചെയ്യുന്നത് നമ്മുടെ ഓൾഫാക്ടറി സെൻസ്. ഓൾഫാക്ടറി സെൻസ് എന്നാ പറയുന്നത്. സ്മെല് ചെയ്യുന്നതിന്റെ ഒക്കെ നിങ്ങൾ പഠിക്കൂ കേട്ടോ. സ്മെല് ചെയ്യുന്നതിന്റെ അതാണ് നമ്മുടെ മൂക്ക്. പിന്നെ ഗസ്റ്റേറ്ററി സെൻസ്, നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത്, അല്ലെ, നമ്മുടെ നാക്ക്. നമ്മൾ ടച്ച് ചെയ്യുന്നത് നമ്മുടെ ടാക്ടൈൽ സെൻസ്, കിനസ്തെറ്റിക് സെൻസ് എന്നും പറയും. ടച്ച് ചെയ്ത് നമ്മൾ ഫീൽ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ കാണുന്നത്, കുട്ടികളെ കാണുന്നത് മുഴുവനും പിടിച്ചെടുക്കും, കേൾക്കുന്നതും അവർ പിടിച്ചെടുക്കും. ഓക്കെ. ഈ 5 സെൻസില് നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സെൻസ് നമുക്ക് ഷാർപ്പായിരിക്കും. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഏത് സെൻസ് ആണ് ഷാർപ്പ് എന്നുള്ളത്. എന്റെ ഓൾഫാക്ടറി ആണ് സ്മെല്ല്. എനിക്ക് സ്മെല്ല് പെട്ടെന്ന് മനസ്സിലാവും. ചിലർക്ക് ടേസ്റ്റ് പെട്ടെന്ന് മനസ്സിലാവും, അല്ലെ. കറക്റ്റ് ഉപ്പും പുളിയും എരിവും കറക്റ്റ് അവര് പറയും. ചില ജോബ് ഉണ്ട്, ഭയങ്കര സാലറി കിട്ടുന്ന ജോബ്, കോഫി ടെസ്റ്റർ, ടീ ടെസ്റ്റർ എന്നൊക്കെ പറഞ്ഞ ജോബില്ലേ, ചോക്ലേറ്റ് ടെസ്റ്റർ, അതിനൊക്കെ ഭയങ്കര സാലറിയാ. അപ്പൊ അത്രയും ഷാർപ്പായിരിക്കും അവരുടെ ആ ഒരു ഗസ്റ്റേറ്ററി സെൻസ്, ടേസ്റ്റ് ചെയ്യുന്ന ആ ഒരു സെൻസ്. ചിലർക്ക് തൊട്ട് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. ഈ എന്താ പറയാ, തുണിക്കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് മെറ്റീരിയൽ ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് അവര് പറയും, ഇത് പ്യുവർ സിൽക്ക് ആണ്, ഇത് മിക്സ്ഡ് ആണ്, ഇത് പ്യുവർ അല്ല, ഇതിനപ്പം ഇത്രയും വിലയില്ല, അങ്ങനെ ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മളുടെ ഏത് സെൻസ് ആണ് ഷാർപ്പ് എന്ന് മനസ്സിലാവും. പിന്നെ നമുക്കറിയാം ചില ആളുകൾക്ക് ചില സെൻസ് ഇല്ല, ചിലപ്പോ വളരെ മോഡറേറ്റ് ആയിരിക്കും. ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെ, ഡെഫ് ആയിട്ടുള്ള ആൾക്കാര്, ചെവി കേൾക്കാൻ പറ്റാത്തവര്,
സംസാരിക്കാൻ കഴിയാത്തവരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ വേറെ സെൻസസ്, ഇപ്പൊ കണ്ണ് കാണാൻ പറ്റാത്ത ആളുടെ ചെവി ഭയങ്കര ഷാർപ്പായിരിക്കും. പിന്നെ ടാക്ടൈൽ സെൻസ്, തൊട്ട് നോക്കുന്ന സെൻസും ഭയങ്കര ഷാർപ്പായിരിക്കും. മറിയ മോണ്ടിസോറി ഇതെല്ലാം മനസ്സിലാക്കി കുട്ടികളുടെ ഡെവലപ്മെന്റിന് ഈ സെൻസസ്, അത് സെൻസിറ്റീവ് പീരീഡ്, സെൻസസ് യൂസ് ചെയ്തിട്ടാണ് അവർ വളരുന്നത്. പിന്നെ അവരുടെ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വലിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് അബ്സോർബൻ മൈൻഡ് എന്നാണ്. അബ്സോർബ് ചെയ്യുന്നു, എല്ലാം വലിച്ചെടുക്കുന്നു. നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു സ്പോഞ്ച് വെള്ളത്തിലിടുമ്പോ അത് വാട്ടർ അങ്ങനെ എടുക്കുന്ന പോലെയാണ് കുട്ടികളുടെ മനസ്സ്. അവരെല്ലാം അങ്ങ് വലിച്ചെടുക്കും. അപ്പൊ ഇങ്ങനെ മറിയ മോണ്ടിസോറി ഈ കുട്ടികളില് കുറേ വർക്ക് ചെയ്തപ്പോ പല കാര്യങ്ങളും മനസ്സിലായി. കുട്ടികൾ ജനിക്കുമ്പോ തന്നെ അവരുടെ മൈൻഡ് ഡെവലപ്പ് ചെയ്യുന്നില്ല. കുറെ കഴിയുമ്പോൾ പതുക്കെ ഗ്രാജുവലി ആണ് അവരുടെ ഡെവലപ്മെന്റ് വരുന്നതെന്ന് മറിയ മോണ്ടിസോറിക്ക് മനസ്സിലായി. അപ്പൊ ഇതിന് മറിയ മോണ്ടിസോറിയെ കുറേ സൈക്കോ അനാലിസ്റ്റുകളുടെ റെഫറൻസസ്, അവരുടെ ഒബ്സർവേഷൻസ് എല്ലാം ഹെൽപ്പ് ചെയ്തു കേട്ടോ. അങ്ങനെയാണ് മറിയ മോണ്ടിസോറി മെത്തേഡ് ഡിസൈൻ ചെയ്തത്. മോണ്ടിസോറി മെത്തേഡ് ഡിസൈൻ ചെയ്തപ്പോൾ മറിയ മോണ്ടിസോറി കുറെ മെറ്റീരിയൽസ് ആണ് ഡിസൈൻ ചെയ്തത്. കുട്ടികൾ ഈ മെറ്റീരിയൽസ് വെച്ച് ആക്ടിവിറ്റി ചെയ്യണം. അവരുടെ കൈയാണ് ഏറ്റവും വലിയ ടൂള്. നമ്മൾ കുഞ്ഞുങ്ങളെ പറയില്ലേ, അടങ്ങിയിരിക്കില്ല, എങ്ങനെ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ ആ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജ് ആണ്. പിന്നെ അത് മാത്രല്ല, അവർക്ക് ചില കാര്യങ്ങളോട്, ചില വസ്തുക്കളോട് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നും. അതിനനുസരിച്ചാണ് മറിയ മോണ്ടിസോറി ഓരോ മെറ്റീരിയലും ഡിസൈൻ ചെയ്തത്. സെൻസസ് വെച്ചിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ്, എല്ലാ ആക്ടിവിറ്റീസും. ഇപ്പൊ സെൻസോറിയൽ എഡ്യൂക്കേഷൻ എന്നാണ് മോണ്ടിസോറി മെത്തേഡ് അറിയപ്പെട്ടത്. എല്ലാ സെൻസസും യൂസ് ചെയ്ത് കുട്ടി ആക്ടിവിറ്റി ചെയ്യുന്നു. അതുപോലെ തന്നെ റിയാലിറ്റി ഓറിയന്റഡ് ആണ് മോണ്ടിസോറി മെത്തേഡ്. പ്ലാസ്റ്റിക്കുകളോ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളോ ഒന്നും മോണ്ടിസോറി മെത്തേഡിലും ആ മോണ്ടിസോറി സ്കൂളിലും ഉണ്ടാവില്ല. എല്ലാം റിയൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ്, ഗ്ലാസ്, മെറ്റൽ, വുഡ്, ഇങ്ങനെയുള്ളതും കൊണ്ടുള്ള മെറ്റീരിയൽസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ഭയങ്കര കോസ്റ്റ്ലി ആണ് മോണ്ടിസോറി മെത്തേഡിലെ മെറ്റീരിയൽസിന്. അപ്പൊ ഓർക്കും, അയ്യോ ഇപ്പൊ ഞാനിങ്ങനെ പഠിക്കും. അതല്ല, നമ്മൾ ഇതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്മാർട്ട് ശ്രീയില് ഇതെല്ലാം എല്ലാ മെറ്റീരിയൽസും, ഏകദേശം 30ഓളം മെറ്റീരിയൽസ് നമ്മൾ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒറിജിനൽസ് തന്നെ. നിങ്ങൾക്ക് ലാസ്റ്റ്, അതായത് കോഴ്സ് തീരുന്നതിന് മുമ്പ് തന്നെ പ്രാക്ടിക്കൽ സെഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യും. ഓൺലൈൻ ആയിട്ട് ഡെമോ ക്ലാസ്സും ഉണ്ടാവും, നേരിട്ട് വന്നും പ്രാക്ടിക്കൽ സെഷൻ ചെയ്യാം. ഇനി അങ്ങനെ മോണ്ടിസോറി ഈ മെത്തേഡ് എല്ലാം ഡിസൈൻ ചെയ്തു. അങ്ങനെ മോണ്ടിസോറി ഇങ്ങനെ കുട്ടികളുടെ ഇടയിൽ നല്ലപോലെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞ മോണ്ടിസോറിയെ പല രീതിയിലുള്ള കാര്യങ്ങൾ പലരും ഏൽപ്പിച്ചു, കുട്ടികളുമായി റിലേറ്റഡ്. അങ്ങനെ മോണ്ടിസോറിക്ക് ആദ്യം കിട്ടിയത് ഒരു 60-65 നമ്പർ വരുന്ന സ്പെഷ്യൽ കുട്ടികളാണ്. സ്പെഷ്യൽ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലേ, അവർക്ക് പല രീതിയിലുള്ള ഡിസബിലിറ്റീസ് ഉണ്ടാകും. ഫിസിക്കലി ഉണ്ടാകും, മെന്റലി ഉണ്ടാകും. ഈ കുട്ടികളിലാണ് മറിയ മോണ്ടിസോറി ഈ മെത്തേഡ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അവരിൽ നല്ല റിസൾട്ട് ഉണ്ടായി. മോണ്ടിസോറിക്ക് മനസ്സിലായി, സാധാരണ കുട്ടികളില്, ഇങ്ങനെ ഡിസബിലിറ്റീസ് ഇല്ലാത്ത കുട്ടികളിൽ ഇത് കൊടുക്കുമ്പോൾ റിസൾട്ട് കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിരിക്കും എന്നിവർ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ കുട്ടികളിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അറിഞ്ഞ് ഇറ്റലിയിലെ സാൻ ലൊറൻസോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ലോക്കൽ അതോറിറ്റീസ്, കാരണം ഈ സാൻ ലൊറൻസോ ഒരു ചേരി പ്രദേശമാണ്. നമുക്കറിയാം ചേരി പ്രദേശത്തെ ആളുകളുടെ ലൈഫ് സ്റ്റൈല്, ഹൈജീൻ വളരെ പൂറായിരിക്കും. അവര് ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിരിക്കും. അവർക്ക് ഈ പറയുന്ന പോലെ ഈ കുട്ടികളെ ശരിയായ രീതിയിൽ നോക്കാൻ പറ്റില്ല. കാരണം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് അച്ഛനും അമ്മയൊക്കെ എന്തെങ്കിലുമൊക്കെ പണിക്ക് പോകുന്നവരായിരിക്കാം ഈ ചേരി പ്രദേശത്തുള്ളവര്. അപ്പൊ ഇവരിങ്ങനെ ജോലിക്ക് പോകുമ്പോ, രാവിലെ പോയി രാത്രി വൈകി വരുമ്പോ ഈ കുട്ടികള് ശ്രദ്ധിക്കാൻ ആരുമില്ല. ഈ കുട്ടികൾ അവിടെ അലഞ്ഞു തിരിഞ്ഞു നടന്ന് പരസ്പരം വഴക്കടിച്ച്, ഹൈജീൻ ഇല്ലാതെ, നല്ല രീതിയിലുള്ള ഭക്ഷണമൊന്നും കഴിക്കാതെ വളരുന്ന കുട്ടികളാണ്. ഇത് മനസ്സിലാക്കി ലോക്കൽ അതോറിറ്റീസ് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഡേ കെയർ, ഒരു ക്രഷ് പോലെ തുടങ്ങണം. അതിനു വേണ്ടിയിട്ട് മറിയ മോണ്ടിസോറിയെ അപ്രോച്ച് ചെയ്തു. അങ്ങനെ മോണ്ടിസോറി ആ ഒരു മിഷൻ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ മോണ്ടിസോറി ആദ്യമായിട്ട് തുടങ്ങിയ മോണ്ടിസോറി സ്കൂളാണ് ഈ ചേരി പ്രദേശത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സാൻ ലൊറൻസോ, ഇറ്റലിയിലെ സാൻ ലൊറൻസോയില് കാസാഡെ ബാംബിനി എന്ന് പറഞ്ഞ ഒരു സ്കൂള് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കാസാഡെ ബാംബിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇറ്റാലിയൻ വേർഡാണ്. അതിന്റെ മീനിങ് ചിൽഡ്രൻസ് ഹൗസ് എന്നാണ്.
അങ്ങനെയാണ് ആദ്യത്തെ മോണ്ടിസോറി സ്കൂള് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ സ്കൂൾ എന്ന് പറയുന്നേ ഉള്ളൂ. മോണ്ടിസോറി ഒരിക്കലും അതിനെ സ്കൂൾ എന്ന് പറഞ്ഞിട്ടില്ല. അവരതിനെ പറയുന്നത് കുട്ടികളുടെ വീട്, ചിൽഡ്രൻസ് ഹൗസ്, ആ ഒരു രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ക്ലാസ് റൂമുകളില്ല, എല്ലാം ഇങ്ങനെ തുറന്ന സ്ഥലങ്ങളായിരുന്നു. എല്ലാം കുട്ടികളുടെ സൈസിലുള്ളതായിരുന്നു. ഫർണിച്ചർ ആണെങ്കിലും എല്ലാം ഷെൽഫിലൊക്കെ ഈ ഇവർക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽസ് എടുത്തു വെച്ചിരിക്കും. അതൊരു കുട്ടിക്ക് തന്നെത്താനെ എടുക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു അവരെല്ലാം അറേഞ്ച് ചെയ്തത്. കുട്ടികൾക്ക് എല്ലാ വിധത്തിലുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു, പക്ഷേ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആയിരുന്നു. നമ്മൾ കേട്ടിട്ടില്ലേ പട്ടത്തിനെ കുറിച്ച്? പട്ടം എങ്ങനെയാ, എത്ര ഉയരത്തിൽ വേണമെങ്കിലും പട്ടത്തിന് പറക്കാം. പക്ഷെ പട്ടം എത്ര ഉയരത്തിൽ പറക്കണമെന്ന് താഴെ നിൽക്കുന്ന നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ കയ്യിലാണ് അതിന്റെ ചരട്. അതുപോലെയായിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ. അവർക്ക് ഫ്രീഡം കൊടുക്കണം. പക്ഷെ ആ ഒരു ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആയിരിക്കണം. അവരെ ഒരു വലിയ സർക്കിളിന്റെ ഉള്ളിൽ നിർത്തിയിട്ട് അതാണ് അവരുടെ ഫ്രീഡത്തിന്റെ പരിധി. ആ സർക്കിളിന്റെ വട്ടം എത്ര ചെറുതാക്കണം എത്ര വലുതാക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം. പക്ഷെ കുട്ടികളെ അറിയില്ല. അവർ വളരെയധികം എൻജോയ് ചെയ്യും. എനിക്കിത് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടല്ലോ. പക്ഷെ അത് എങ്ങനെ കൺട്രോൾ ചെയ്യണം, ഏത് പ്രായത്തിലേക്ക് പോയാലും കേട്ടോ, ഏത് പ്രായത്തിലേക്ക്. അതാണ് ശരിയായ പാരന്റിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അത് നല്ല രീതിയിൽ നടന്നു. ഇതായിരുന്നു മോണ്ടിസോറി. പിന്നെ മോണ്ടിസോറിക്ക് മനസ്സിലായി ഈ മെത്തേഡ് എല്ലായിടങ്ങളിലേക്കും ലോകം മുഴുവനും എത്തണം. അതിനു വേണ്ടിയിട്ട് അവര് ടീച്ചർമാരെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർമാരെ, ടീച്ചർ എന്ന് പറയാനും അവർ താല്പര്യപ്പെട്ടിട്ടുമില്ല, ഫെസിലിറ്റേറ്റർ എന്നാണ് പറഞ്ഞിരുന്നത്. വൺ ഹൂ ഗൈഡ്സ്, ആവശ്യം വരുമ്പോൾ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന, ഗൈഡ് ചെയ്യുന്ന ഒരാള്. ആവശ്യമില്ലാത്തപ്പോ ഓടിപ്പോയി ഇന്റർവെൻഷൻ ചെയ്യുന്നതല്ല. കുട്ടി ചിലപ്പോൾ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇങ്ങനെയല്ല എഴുതണ്ടേ, ഇങ്ങനെയാന്ന് പറഞ്ഞ് കൊടുക്കുന്ന ആളല്ല ഫെസിലിറ്റേറ്റർ. ഫെസിലിറ്റേറ്റർ അത് ശ്രദ്ധിക്കും. അവൻ എന്താണ് ചെയ്യുന്നത്, ശരിയായ രീതിയിലാണോ എഴുതുന്നത്, അവനിൽ എവിടെയാണ് അതിന് പ്രശ്നം വരുന്നത്, അവൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ, അവന് പലതവണ റിപ്പീറ്റ് ചെയ്ത് കുട്ടി തന്നെയാണ് അത് കറക്റ്റ് ചെയ്യുന്നത്, അല്ലാതെ ഒരു ടീച്ചർ അല്ല പോയി കറക്റ്റ് ചെയ്യുന്നത്. പക്ഷെ കുട്ടി കുട്ടി ഡിമാൻഡ് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ പോകും. അതൊക്കെ നമ്മളിനി ക്ലാസ്സിൽ വരും കേട്ടോ. കാരണം സാധാരണ ടീച്ചർമാരെ പോലെയല്ല ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. ടീച്ചർ എന്നുള്ളതിനേക്കാളും ഏറ്റവും ആപ്റ്റ് വേർഡ് അതാണ്, ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ ചെയ്തു. പിന്നെ ഇവിടെ ഒരു ലേണിംഗ് പ്രോസസ്സാണ്. എന്താ സ്റ്റഡിയിങ്ങും ലേണിങ്ങും തമ്മിലുള്ള വ്യത്യാസം? എല്ലാരും 10th പാസ്സായവരാണല്ലേ? ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാരും 10th പാസ്സായതാ. നിങ്ങൾ 10ാം ക്ലാസ്സിൽ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുവന്ന് അതേ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ തന്നു കഴിഞ്ഞാൽ എഴുതുവോ? ഞാൻ തോറ്റു പോവോന്ന ഡൗട്ട്. നമുക്ക് അന്നത്തെ പോലെ എഴുതാൻ പറ്റില്ല. കാരണം അന്ന് നമ്മൾ സബ്ജക്ട് സ്റ്റഡിയിങ് ആയിരുന്നു, പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠിപ്പായിരുന്നു അന്ന് കൂടുതലും. നമ്മൾ കാര്യം മനസ്സിലാക്കിയിട്ടുള്ള ഒരു പഠിപ്പില്ല. നമുക്ക് കിട്ടിയ ഇൻഫർമേഷനെ നമ്മൾ മനസ്സിലാക്കി ഒരു അറിവായിട്ട് നമ്മൾ സൂക്ഷിച്ചത് വളരെ ചുരുക്കമാണ്. ആ അറിവായിട്ട് സൂക്ഷിച്ചാൽ അത് അറിവായിട്ട് തന്നെ ഇരിക്കും. നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അത് പൂർണ്ണമാകും. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അങ്ങനെയായിരിക്കണം. നമ്മൾ അറിവായിട്ട് സമ്പാദിച്ചു വെക്കണം. അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ, അത് മറ്റുള്ളവരിലേക്കും കൂടെ നമ്മൾ പകർന്നു കൊടുക്കണം, നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. അപ്പോഴാണ് വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നത്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ നമ്മളെ ആദ്യം അറിയും. എനിക്ക് എന്ത് കപ്പാസിറ്റി ആണുള്ളത്, എന്റെ കേപ്പബിലിറ്റി എന്താണ്, എന്റെ പോസിറ്റീവ് എന്താണ്, എന്റെ സ്ട്രെങ്ത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ അതിനെ കൂടുതൽ മൂർച്ച കൂട്ടും, കൂടുതൽ ഷാർപ്പൻ ചെയ്യും, കൂടുതൽ നന്നാക്കും നമ്മൾ അതിനെ. അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യവും അതിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഷേപ്പ് ആകുകയാണ്. നിങ്ങൾ 20ാമത്തെ ബാച്ചാണ്. 1ാമത്തെ ബാച്ച് തുടങ്ങി ഞാനുണ്ട്. ഫെബ്രുവരി 2024 ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. 8ാമത്തെ ബാച്ചിന്റെ കോൺവെക്കേഷൻ കഴിഞ്ഞതിന്റെ മുന്നിലത്തെ ശനിയാഴ്ച 22ാം തീയതി കഴിഞ്ഞതേ ഉള്ളൂ. ഓരോ ബാച്ച് ഇറങ്ങുമ്പോഴും ഞാൻ കൂടുതൽ നന്നാവുകയാണ്, ഞാൻ കൂടുതൽ ഷേപ്പ് ആവുന്നു, ഞാൻ കൂടുതൽ അപ്ഗ്രേഡ് ആവുന്നു. പുതിയ പുതിയ കാര്യങ്ങൾ ഞാൻ അറിയാൻ ശ്രമിക്കുന്നു. അത് നല്ല രീതിയിൽ മനസ്സിലാക്കി കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുന്നു. കുട്ടികൾ ഉദ്ദേശിക്കുന്നത് എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെ പോലുള്ളവരാണ് കേട്ടോ. അങ്ങനെ നമ്മള് സബ്ജക്ട് സ്റ്റഡി എന്നുള്ളതിലേക്ക് മാറി നമ്മളൊരു ലേണിംഗ് മെത്തേഡിലേക്ക് വരുന്നു, ലേണിംഗ് പ്രോസസ്. അതായത് ഇത് നമ്മളുടെ ലൈഫ് ലേണിംഗ് പ്രോസസ്സാണ് ഇനി നടക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്കുള്ള ഒരു ലേണിംഗ് ആണ് ഇനിയുള്ളത്. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നു, മറ്റുള്ളവരുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നു, നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നു. നമുക്ക് എവിടേക്ക് ഇടപെടാൻ പറ്റുമോ അവിടെ എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്നു.
നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളിൽ, ഒരു പക്ഷേ നിങ്ങൾ സ്കൂളിൽ തന്നെ ആവണമെന്നില്ല വർക്ക് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് സ്കൂളിൽ തന്നെ ആവണമെന്നില്ല. ഏതൊരു അന്തരീക്ഷത്തിലാണെങ്കിലും അവിടെ നമ്മൾ അത് അപ്ലൈ ചെയ്യും. അങ്ങനെ മാറ്റങ്ങൾ, നല്ല നല്ല മാറ്റങ്ങളിലൂടെ മുന്നോട്ട് പോകും. ഇപ്പൊ കുറെ ഫാമിലിയിൽ മാറ്റം വരും, നമ്മൾ ഇടപഴകുന്ന കുട്ടികളിൽ മാറ്റം വരും, കുട്ടികളുടെ പാരന്റ്സിൽ മാറ്റം വരും. കുറെ പേര് ട്യൂഷൻ എടുക്കുന്നവരുണ്ടായിരുന്നു. ഈ മെത്തേഡിലൂടെ അവർ കടന്നു പോയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ട്യൂഷൻ എടുക്കുന്ന രീതി മാറി. ശരിക്കും എന്തിനാ പാരന്റ്സ് കൊണ്ടുവന്ന് കുട്ടികളെ ചേർക്കുന്നത്? അവർക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് വേണമെന്ന്. പക്ഷെ നമ്മൾ ട്യൂഷൻ എടുക്കുന്ന മെത്തേഡ് തന്നെ മാറ്റിയപ്പോൾ കുട്ടികൾക്ക് ക്ലാസ്സിൽ വരാൻ ഇഷ്ടമായെന്നാണ് ട്യൂഷന് എടുക്കുന്നവർ പറയുന്നത്. മറ്റേത് പാരന്റ്സിന്റെ നിർബന്ധം മൂലം അങ്ങനെയൊക്കെ വരുന്ന ഒരു വിഭാഗം ഉണ്ടാവും. അവർക്ക് വളരെ ഇഷ്ടമായി വരാൻ. ആക്ടിവിറ്റീസിലൂടെ ട്യൂഷൻ ക്ലാസ്സിൽ ഓരോന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. പാരന്റ്സിന് സന്തോഷമായി കുട്ടിയുടെ മാറ്റം കണ്ടിട്ട്. അങ്ങനെ കുറെ ഫീഡ്ബാക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നേരത്തെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവര് പറഞ്ഞിട്ടാണ് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഓൺലൈനിൽ എങ്ങനെ ഇങ്ങനെ ഒരു കോഴ്സ്, അതൊരു വലിയൊരു ഡൗട്ട് തന്നെയാണ്. എങ്ങനെ ഇത് സാധ്യമാകും? കാരണം ആക്ടിവിറ്റി ഓറിയന്റഡ് ആണെന്ന് പറഞ്ഞു, റിയാലിറ്റി ഓറിയന്റഡ് ആണെന്ന് പറഞ്ഞു. ഒരു ടെൻഷനും വേണ്ട, നമ്മളൊരു വലിയൊരു ടീം നിങ്ങളുടെ കൂടെയുണ്ട്. ആ ലിമിറ്റ്സ് എല്ലാം ഓവർകം ചെയ്യാൻ ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം വെച്ചാൽ ഓൺലൈൻ ആണ്. നമുക്ക് ഫസ്റ്റ് തന്നെ ടെക്നിക്കൽ ഇഷ്യൂസ്, ഞാൻ ഇരിക്കുന്ന സ്ഥലത്തും നല്ല നെറ്റ്വർക്ക് ഉണ്ടാകണം, നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നിടത്തും നല്ല നെറ്റ്വർക്ക് ഉണ്ടാകണം, അല്ലെ? നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസ്സുകൾ നല്ല രീതിയിൽ തന്നെ റെക്കോർഡ് ചെയ്ത് നിങ്ങളിലേക്ക് പിറ്റേ ദിവസം എത്തിക്കാനായിട്ട് വലിയൊരു ടെക്നിക്കൽ ടീം ഉണ്ടാവും. നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് അഡ്മിനിസ്ട്രേഷൻ സൈഡിൽ നിങ്ങളുടെ PROമാരും മറ്റു പലരും ഉണ്ടാവും. നമ്മുടെ മാനേജിംഗ് പാർട്ട്നേഴ്സായ ജയദേവ് സാറും സിദ്ധാർത്ഥ് സാറും ഉണ്ട്. അഡ്മിനിസ്ട്രേറ്ററായ പ്രസീത മാമും ഉണ്ട്. പിന്നെ ഇത്രയും ബാച്ചുകളാണ്. പലരും പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഒരു സമയത്ത് അവർക്ക് അപ്പൊ തന്നെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ ക്ലാസ്സിൽ ഞങ്ങൾ ടീച്ചേഴ്സ് വരുമ്പോൾ നിങ്ങളുടെ കൺസേൺ, നിങ്ങളുടെ ഡൗട്ട്, നിങ്ങളുടെ ക്വറി എല്ലാം അറിയിക്കുക. പിന്നെ ജയദേവ് സാറ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ ഇതുപോലുള്ള ഒരു ഓൺലൈനിൽ വന്ന് മീറ്റ് ചെയ്യും. നിങ്ങളുടെ പല ഡൗട്ട്സും സാറ് ക്ലിയർ ചെയ്യും. പ്രധാനമായും കോഴ്സിന്റെ അഫിലിയേഷൻ, സർട്ടിഫിക്കറ്റ്, അതിനൊക്കെ കുറിച്ചിട്ട്. ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട. എല്ലാവരും പ്ലേസ്ഡ് ആവുന്നുണ്ട്. ഇലക്ഷന് ശേഷമായിരിക്കും റെഗുലർ സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, നമുക്ക് നമ്മുടെ ടെക്നിക്കൽ സൈഡിൽ നിന്നൊരു ഇൻഫർമേഷൻ ഉണ്ട്. നിങ്ങളുടെ റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇലക്ഷന് ശേഷമായിരിക്കും കേട്ടോ. അപ്പൊ അതിനുള്ള ഇൻഫർമേഷൻ നിങ്ങളുടെ ആ ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ബി പ്രിപ്പയർഡ് ആയിരിക്കുക. ഇനി അങ്ങനെയുള്ള സെഷൻസ് സാറ് വയ്ക്കും. സാർ ഒരുപക്ഷെ ഇലക്ഷന് ശേഷമായിരിക്കാം നിങ്ങളെ കാണുന്നത്. അതെന്താന്നുള്ളത് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാം. ഞാൻ ഈ മെത്തേഡ്, ഞാൻ PG ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ആണ് ചെയ്തത്. ഞാൻ ചെയ്തത് 2017 ചെയ്തത്. ഞാൻ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തത് ഒരു പ്യുവർ മോണ്ടിസോറി സ്കൂളിലായിരുന്നു. ആ മോണ്ടിസോറി സ്കൂളില് ഞാൻ പിന്നെ ഒരു വർഷം വർക്ക് ചെയ്യുകയും ചെയ്തു. അവിടെ കണ്ടിന്യൂ ചെയ്യാമോ എന്ന് അവർ ചോദിച്ചു. അങ്ങനെ ഒരു വർഷം വർക്ക് ചെയ്തു. മിക്ക കുട്ടികളുടെയും കാര്യത്തിൽ അങ്ങനെയാട്ടോ. ഒരു ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന സ്കൂൾ തന്നെ പറയും ഇവിടെ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറയും. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന കുട്ടികളുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. നമ്മൾ കുഞ്ഞു കുട്ടികളുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. നമുക്ക് അവരുടെ പാരന്റ്സുമായിട്ടും നമ്മൾ ഡീൽ ചെയ്യേണ്ട ഒരു ടീച്ചറെ സംബന്ധിച്ച് ഓരോ കുട്ടീനെയും അടുത്തറിയുന്നു, കുട്ടിയുടെ വീടിനെ അടുത്തറിയുന്നു, കുട്ടിയുടെ വീടിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയുന്നു. എന്നാൽ മാത്രമാണ് നമുക്ക് അവരുടെ കാര്യങ്ങൾ പലതും ശരിയായ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഫൈൻ. ഇനി ഇവിടെ പറഞ്ഞതിനെ ഇപ്പോ നമ്മൾ ലേണിംഗ് ഒരു പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ലേണിങ്ങും സ്റ്റഡിങ്ങും തമ്മിലുള്ള ഒരു ജസ്റ്റ് ഒരു കമ്പാരിസൺ ഞാനെന്ന് പറയാം. നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുമ്പോൾ യൂത്ത് ഫെസ്റ്റിവലില് പല പല പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാറുണ്ടല്ലേ. അതിൽ essay കോമ്പറ്റീഷൻ ഒക്കെ നമുക്ക് വരാറുണ്ട്. നമുക്കൊരു ടോപ്പിക് തരും, നമ്മൾ അതിനെക്കുറിച്ച് essay എഴുതണം അല്ലെ. ഈ ടോപ്പിക്ക് നമുക്ക് പലപ്പോഴും ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത്, ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അതുപോലെ എനിക്ക് ടെക്നിക്കൽ സൈഡിൽ നിന്ന് ഒരു മെസ്സേജും കൂടി ഉണ്ട്. അതായത് സാറ് ഇന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതാണ് പറഞ്ഞത്. 11 മണിക്ക് സാറ് ജോയിൻ ആവും. അപ്പൊ 11 മണിക്ക് നമ്മൾ സംസാരിച്ച് തീരും. അപ്പൊ ഞാനൊരു 10 മിനിറ്റ്സും കൂടെ പറഞ്ഞിട്ട് നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ വെക്കാം. നിങ്ങൾക്ക് എന്നോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ഒരു 10 മിനിറ്റ്സും കൂടെ എനിക്ക് തരും. ഓക്കെ, അപ്പോ നമ്മള് അങ്ങനെ ഞാൻ പഠിക്കുന്ന കാലത്ത് ഈ പറയുന്ന പോലെ ഡിജിറ്റൽ വേൾഡിന്റെ ഇല്ലാന്ന് തന്നെ പറയാം. അന്ന് എവിടെയെങ്കിലൊക്കെ വീടുകളിൽ ലാൻഡ് ഫോൺ,
മാത്രമേ ഉള്ളൂ നമ്മുടെ ടെക്നോളജിയിൽ. അപ്പൊ ടീച്ചർമാർ നമുക്ക് ടോപ്പിക് തരും, 10 മിനിറ്റ് മുമ്പ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയം തരും. അന്ന് പ്രിപ്പയർ ചെയ്തിരുന്നത് ഏതെങ്കിലും ടീച്ചറിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്ക് റെഫർ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഒരു എസ്സേ തന്നു ചെയ്യും. ഇന്നെന്ന് പറഞ്ഞാൽ ഫിംഗർ ടിപ്സിലാണല്ലോ എല്ലാം. ഡിജിറ്റൽ വേൾഡ് അത്രയും എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മളുടെ രൂപം തന്നെ മാറ്റുന്ന രീതിയിലുള്ള ഒരു ടെക്നോളജിയാണ് ഇറങ്ങുന്നത്. ഓക്കെ, അപ്പൊ ടോപ്പിക് കിട്ടുന്നു, നമ്മൾ അതിനെപ്പറ്റി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നു, നമ്മളെല്ലാരും ആ കോമ്പറ്റീഷന് പങ്കെടുക്കുന്നു അല്ലെ. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ടോപ്പിക് വനസംരക്ഷണം ആണെന്ന് വിചാരിക്കുക. നമ്മുടെ കാടുകളെ സംരക്ഷിക്കുക, മരം സംരക്ഷിക്കുക, മരങ്ങൾ നശിപ്പിക്കാതിരിക്കുക, അങ്ങനത്തെ കാര്യമെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ചെല്ലാം എഴുതി നമ്മള് ആ കോമ്പറ്റീഷന് പങ്കെടുത്തു, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കെല്ലാം ഫസ്റ്റ് പ്രൈസ് കിട്ടി. നമുക്ക് അത്ര കണ്ടന്റ് നല്ലതായിരുന്നു, നമുക്ക് പ്രൈസ് കിട്ടിയ പ്രൈസ് ഹാപ്പിയോടെ വീട്ടിൽ കൊണ്ടുവന്നു ഷെൽഫിൽ വെച്ചു, അല്ലെങ്കിൽ എവിടെയാന്ന് വെച്ചാൽ വെച്ചു. അതോടുകൂടെ കഴിഞ്ഞു. അതാണ് സ്റ്റഡി. പക്ഷേ അത് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുക, എന്റെ നാടുമായി ബന്ധപ്പെട്ട വനങ്ങൾ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ മരം സംരക്ഷിക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നിങ്ങൾ ആക്ഷനാണ്, നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ നടത്തും. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും പരിസരത്തും ചെടി നട്ടു വളർത്തുന്നു, മരങ്ങൾ ആവശ്യമില്ലാതെ വെറുതെ നശിപ്പിച്ച് കളയുന്ന രീതിയെ മാറ്റുന്നു. അങ്ങനെ കുറെ കൂടെ പ്രകൃതിയോട് അടുക്കുന്നു, പ്രകൃതി സംരക്ഷിക്കുന്നു. അതാണ് ലേണിംഗ്, തിമാറ്റിക് ലേണിംഗ്. നമ്മൾ പഠിച്ച കാര്യം, അതായത് എസ്സേ എഴുതി പ്രൈസ് മേടിക്കാൻ മാത്രമല്ല നമ്മളിപ്പോ പഠിച്ചത്, അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിലേക്ക്. ഇത് തന്നെയാണ് സാധാരണ പഠന രീതിയും മോണ്ടിസോറി മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ മോണ്ടിസോറി മെത്തേഡ് ചെറിയ കുട്ടികളിൽ മാത്രമല്ല, വലിയ ക്ലാസ്സിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അതിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഇനി ഈ മോണ്ടിസോറി മെത്തേഡ് അപ്പൊ ആക്ടിവിറ്റി ഓറിയന്റഡ് ആണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന നമ്മളും ആക്ടിവിറ്റീസ് ചെയ്യണം അല്ലെ. നമുക്ക് അസൈൻമെന്റുകൾ ഉണ്ടാകും, ആക്ടിവിറ്റീസ് ഉണ്ടാകും. നിങ്ങളുടെ പ്രീവിയസ് ബാച്ചിൽ ആരെങ്കിലും അറിയാമെങ്കിൽ ചോദിച്ചാൽ അറിയാം. വെറുതെ ചുമ്മാ എന്തെങ്കിലും എഴുതി വെക്കാനല്ല നമ്മൾ അസൈൻമെന്റ് കൊടുത്തത്. നമ്മൾ ചിന്തിച്ച് അത് ഒരു കാരണവുമില്ലാതെ ഒരു അസൈൻമെന്റും കൊടുത്തിട്ടില്ല. പ്രത്യേകിച്ച് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ കൊടുത്തിട്ടുള്ള ഒരു അസൈൻമെന്റ് 10 ആളുകളെ മീറ്റ് ചെയ്യണം. 10 ആളുകളെ മീറ്റ് ചെയ്തിട്ട് അവരോട് നമ്മൾ ഒരു സർവേ ടൈപ്പ് ഇട്ടോ, അവരോട് നമ്മൾ ചോദിക്കുകയാണ്, ഹെൽത്ത് എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഈ 10 പേരിൽ നിന്ന് നമുക്ക് പല പല മറുപടികൾ കിട്ടുമല്ലേ. ഇനി 10 പേര് പല ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്നവരാണെങ്കിലോ, ഇപ്പൊ പ്രായമായ 60 വയസ്സ് കഴിഞ്ഞാൽ ജോലിക്കൊന്നും പോകാത്ത വീട്ടിലിരിക്കുന്ന ഒരമ്മ, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ഒരമ്മ, പിന്നെ ഒരു ടീനേജ് ആ ഒരു ഏജിലുള്ളവര്, യൂത്ത്, അങ്ങനെ പല പല ഏജിലുള്ളവരെ നമ്മൾ അപ്രോച്ച് ചെയ്യും. പിന്നെ ജോലിക്ക് പോകുന്ന ലേഡീസ് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ജെന്റ്സ് പലരെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഹെൽത്തിനെ കുറിച്ച് അവര് പല മറുപടിയും പറയും. അവരോട് വീണ്ടും ചോദിക്കുക, ഹെൽത്തി ആയിരിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പൊ അവർ അതിനും കുറെ മറുപടി പറയും അല്ലെ. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ അവരും ചിന്തിക്കും, ശരിയാണല്ലോ, ഞാൻ പലപ്പോഴും എന്റെ ഹെൽത്തിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ അവരിൽ ചേഞ്ച് വരും. ഇവരുടെ മറുപടി കേൾക്കുമ്പോൾ നമ്മളും ചിന്തിക്കും, ഇവരൊക്കെ ഹെൽത്തിനെ എത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നു, അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, ഞാൻ എന്താണ് എന്റെ ഹെൽത്തിന് വേണ്ടി ചെയ്യുന്നത്. അപ്പൊ എല്ലാരിലും മാറ്റങ്ങൾ വരുവാണ്. ആ രീതിയിലുള്ള അസൈൻമെന്റും ആക്ടിവിറ്റിയും നിങ്ങൾക്ക് തരുന്നുള്ളൂ. അതും കുറേ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് എന്താണോ തോന്നുന്നത് അത് നമ്മൾ ഒരു സെന്റൻസിലായാലും ഒരു പാരഗ്രാഫിലായാലും എസ്സേ പോലെ എഴുതിയാലും നമ്മളിവിടെ നിങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെയാണ് വാല്യൂ ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു കുട്ടി 10 പേജ് എഴുതിയോ, ഒരാൾ 1 പേജ് എഴുതിയോ എന്ന് പറഞ്ഞു അങ്ങനെ ഡിസ്ക്രിമിനേഷൻ ഇല്ല. നിങ്ങൾ ചിന്തിച്ച് എഴുതുവാണ്. ഇതൊന്നും നമ്മൾ ഗൂഗിൾ നോക്കിയിട്ടല്ലല്ലോ ചെയ്യുന്നത്, നമ്മൾ ഈ വ്യക്തികളെ കണ്ടിട്ടല്ലേ ചെയ്യുന്നത്. പിന്നെ ചോദിക്കുന്നു, ഒരു കുട്ടി വന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് ഭിക്ഷ യാചിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ഗൂഗിൾ നോക്കാൻ പോവോ? നമ്മൾ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് അതിന് മറുപടി പറയുന്നത്. ആ രീതിയിലുള്ള അസൈൻമെന്റ്സ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. കുറേ ഗൂഗിളിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന അതിന്റെ ആവശ്യമില്ലല്ലോ, കാരണം ഗൂഗിളിൽ നിറയെ അത് കിടക്കുന്നുണ്ട്. പിന്നെ അത് കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങളുടെ സമയം കളയാനായിട്ട് നമ്മൾ എന്തായാലും നോക്കില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത കുറേ മെറ്റീരിയൽസ് ഉണ്ട്. അതൊന്നും നമുക്ക് ഒറിജിനൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ അതിന്റെ റിപ്ലിക്ക നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ലോ കോസ്റ്റിൽ.
എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന ടീച്ചിങ് എയ്ഡ്സ് ഏറ്റവും കോസ്റ്റ് കുറവിൽ നല്ല രീതിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ച് നല്ല രീതിയിൽ ചെയ്യുക. കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നും പറയുന്നില്ല. പിന്നെ അസൈൻമെന്റ് എഴുതാനായിട്ട് ഒരു ബുക്ക് കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 3 അല്ലെങ്കിൽ 4 ടീച്ചേഴ്സ് പറയുവാണെങ്കിൽ അതെല്ലാം ആ ഒരു ബുക്കിൽ എഴുതിയാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സബ്മിറ്റ് ചെയ്യുന്നത് നിങ്ങൾ അതിന്റെ ഫോട്ടോയോ ഇമേജ് എടുത്തിട്ട് PDF ആക്കിയിട്ടൊക്കെ ആയിരിക്കും സബ്മിറ്റ് ചെയ്യുന്നത്. അതിന്റെ ബുക്ക് മുഴുവനായിട്ട് ഇവിടെ കൊണ്ടുവരുമൊന്നും അല്ലല്ലോ. കാരണം നമ്മളിത് ഓൺലൈൻ ആയിട്ടല്ലേ പഠിക്കുന്നത്. നമുക്കിത് നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളതല്ല, നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി അത് നമ്മളത് പ്രിപ്പയർ ചെയ്ത് വെക്കുക. പിന്നെ ആ ഒരു ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലേണിംഗ് ജേണൽ ആയിരിക്കും, നമ്മുടെ വളർച്ചയുടെ നാൾ വഴി പുസ്തകം. നമ്മൾ ഒരിക്കലും ആ ബുക്ക് കളയില്ല. കാരണം വെച്ചാൽ നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് വന്ന കാഴ്ചപ്പാടുകളും എല്ലാം വെച്ചിട്ടായിരിക്കും നമ്മൾ അത് എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഓൺലൈൻ ക്ലാസ് ആണ്. ലൈവായിട്ട് കയറാൻ പറ്റുന്നവരെ തീർച്ചയായിട്ടും ലൈവായിട്ട് കയറൂ. ഇനി അത് പറ്റില്ല, ജോലിക്ക് പോകും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണെങ്കിൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ റെക്കോർഡ് ക്ലാസ്സസ് കിട്ടും. മാക്സിമം അത് കേൾക്കുക. പിന്നെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഒരു പേഴ്സണൽ ഗ്രൂപ്പ്, ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്യുമായിരിക്കും. അപ്പം ക്ലാസ്സിൽ നേരിട്ട് കയറുന്നവര് മറ്റുള്ളവർക്ക് കയറാൻ പറ്റാത്തവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം, അന്ന് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ബ്രീഫ് ചെയ്യുക. അപ്പൊ ബ്രീഫിംഗ് കാണുമ്പോൾ കയറാൻ പറ്റാത്തവർക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് അന്ന് ക്ലാസ്സിൽ നടന്നതെന്നുള്ളൊരു ഐഡിയ. ഇപ്പൊ റെക്കോർഡ് ക്ലാസ് അവർ കാണുമോ കാണാതിരിക്കുമോ എങ്ങനെയായാലും അത് അവരുടെ ഇഷ്ടം, റെക്കോർഡ് ക്ലാസ് കാണുക എന്നുള്ളത്. അപ്പൊ അതൊന്ന് കൊടുക്കുക. എന്തെങ്കിലും വർക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം, എന്തെങ്കിലും ഇൻഫർമേഷൻ തന്നിട്ടുണ്ടോ, എല്ലാം നിങ്ങളൊന്ന് ബ്രീഫ് ചെയ്യും. പിന്നെ അടുത്തത് വേണ്ടത് നമ്മുടെ പ്ലാറ്റ്ഫോം ആണ് കേട്ടോ ഇവിടെ. ഇത് നമ്മൾക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. നമ്മുടെ പബ്ലിക് സ്പീക്കിംഗ്, നമുക്ക് ഒരാളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ എല്ലാത്തിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ആഴ്ചയും ബാച്ചിൽ നിന്ന് 2 പേര് സ്വമേധയാ വന്ന അത്രയും നല്ലത്, 2 കോർഡിനേറ്റേഴ്സ് വരിക. നമുക്ക് ലീഡേഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല, പക്ഷേ എല്ലാരും ലീഡർമാരാണ്. ഒരു സമയത്ത് ഒരാൾ ലീഡ് ചെയ്യുന്നു, ഒരു സമയത്ത് ഇപ്പൊ നയന ലീഡ് ചെയ്യായിരിക്കും, വേറെ സമയത്ത് സുബി ആയിരിക്കും അത് ഏറ്റെടുക്കുന്നത്. വേറൊരാളുടെ അഭാവത്തില് ആ ഡ്യൂട്ടി ചെയ്യേണ്ടതുണ്ടോ, അപ്പൊ ഐഷ ഓടി വരും, ഞാൻ ചെയ്യാം എന്ന് പറയും. ആ രീതിയിൽ ഷൈമ വരും. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും വരും. ഇത്രയും പേരുടെ പേരാട്ടോ എനിക്ക് കാണാൻ പറ്റുന്നുള്ളത്, അതുകൊണ്ടാണ് പറഞ്ഞേ. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾക്ക് 2 കോർഡിനേറ്റേഴ്സ് വേണം ഒരു വീക്കിലി. അപ്പൊ ആ വീക്കിലെ കാര്യങ്ങൾ ചെയ്യുന്നത് മുഴുവനും നിങ്ങളായിരിക്കും. ഈ 2 കോർഡിനേറ്റേഴ്സിനെ ബാക്കിയുള്ളവർ ഇൻഫോം ചെയ്യണം. നമുക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ ഒരു പ്രെയർ വേണം. നിങ്ങൾക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിലും പ്രെയർ ചെയ്യാം. നത്തിങ് റിലീജിയസ്. നമ്മൾ സ്കൂളിലെ നമ്മളുടെ പ്രെയർ ഒക്കെ ഓർമ്മയില്ലേ? എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ, പ്രെയർ ചെയ്യാം. പിന്നെ രണ്ടാമത്, ആ ഒരു ദിവസത്തെ ഒരു തോട്ട് ഓഫ് ദ ഡേ പറയണം. നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള തോട്ട് പറയാം, ഒരു ചിന്താവിഷയം എന്നൊക്കെ പറയണമല്ലോ. അല്ലെങ്കിൽ ആരുടെയെങ്കിലും എമിനന്റ് പേഴ്സൺസ് ഒക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ കോട്ടൊക്കെ എടുത്തിട്ട് നിങ്ങൾക്കത് പറയാം. പിന്നെ ഒരു കഥയിലൂടെ ഒരു ചിന്ത കൊണ്ടുവരാം, അതും പറയാം. അങ്ങനെയും പ്രസന്റ് ചെയ്യാം. പിന്നെ സൈൻ ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ക്ലാസ്സിനെ വെൽക്കം ചെയ്യുന്ന ഒരു രീതിയാണ്. അത് നമ്മളുടേതായ ഒരു യുണീക് സ്റ്റൈലില് ഡാൻസ് കളിച്ച് വെൽക്കം ചെയ്യാം. അപ്പൊ വീഡിയോ ഒന്ന് ഓൺ ചെയ്യണമെന്നേ ഉള്ളൂ. ചിലര് പാട്ട് പാടിയായിരിക്കും ക്ലാസ്സിനെ വെൽക്കം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ക്ലാസ് തീരുമ്പോൾ സൈൻ ഔട്ട് പറയണം, താങ്ക് യു പറഞ്ഞിട്ട് പോകണം. നമ്മുടെ ആങ്കർമാരൊക്കെ ആങ്കറിങ് ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ? അവരുടെ സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ, സൈൻ ഇന്നും സൈൻ ഔട്ടും. ഇത്രയും കാര്യങ്ങളാണ്. 2 കോർഡിനേറ്റേഴ്സ് വരണം. ബാക്കിയുള്ളവർ ആ കോർഡിനേറ്റേഴ്സിനെ ഇൻഫോം ചെയ്യാം. അല്ലാതെ കോർഡിനേറ്റർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നടക്കരുത്. ആരാ എന്ന് പ്രെയർ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് അവര് ബുദ്ധിമുട്ടരുത്. കോർഡിനേറ്റേഴ്സിനെ ഇൻഫോം ചെയ്യാം. അപ്പം 2 കോർഡിനേറ്റേഴ്സ് നയനയും ഐഷയാണെങ്കിൽ ഷൈമ പറയുന്നു അവരോട്, ഞാൻ പ്രെയർ ചെയ്യാം. സുബിമോള് പറയും, ഞാൻ തോട്ട് ഓഫ് ദ ഡേ ചെയ്യാം. വേറെ ആരാ ഉള്ളതെന്ന് അറിയില്ല. അങ്ങനെ ഓരോരുത്തരും മുന്നോട്ട് വരും. അപ്പൊ അത്രയും ജോലി കുറയും. ഇനി ഇവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പേഴ്സണൽ ഇഷ്യൂ കൊണ്ട് അന്നത്തെ ഇവര് പ്രെയർ ചെയ്യാം അല്ലെങ്കിൽ ഇത് ചെയ്യാം എന്ന് പറഞ്ഞ ദിവസം ക്ലാസ്സിൽ കയറാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ തയ്യാറായി ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ ചെയ്യാം. ഇനി ഇവര് മാത്രമേ ആ ദിവസം അത് ചെയ്യാം. ഓരോ ദിവസം ഓരോരുത്തര്. അടുത്ത ആഴ്ച വരുമ്പോൾ പുതിയ 2 കോർഡിനേറ്റേഴ്സ് മുന്നോട്ട് വരും. അപ്പൊ നിങ്ങൾ ഈ കോഴ്സ് ചെയ്യുന്ന സമയത്ത് എല്ലാവരിലും ഈ ചാൻസ് വരും. ഓക്കെ, അപ്പൊ ഇനി അവര് 3 പേരും പ്രെയറും ചെയ്തു, സൈൻ ഇൻ ചെയ്തു, തോട്ട് ഫോർ ദ ഡേ ചെയ്തു. എനിക്ക് ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വേറെ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. നമുക്ക് സമയം ആ ഒരു മണിക്കൂർ നമുക്ക് അതിനുള്ളതാണ്. പിന്നെ നിങ്ങൾക്കുള്ളത് മോഡ്യൂൾ ആയിട്ട് സിലബസ് ഒക്കെ ഷെയർ ചെയ്യും. മോഡ്യൂൾ 1
4 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പൊ പലപ്പോഴും ക്ലാസ് തുടങ്ങുമ്പോൾ പലരുടെയും സംശയം, അവരുടെ വീട്ടിലുള്ളവരുടെ സംശയം, ഈ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെയാണോ പഠിപ്പിക്കുന്നത്? നമ്മൾ കുഞ്ഞുങ്ങളെ അറിയണോ അല്ലെ? കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ അറിയണം, ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ അറിയണം, അവരുടെ മാനസിക ആരോഗ്യവും അറിയണം, അവർ ഹൈജീൻ ആയിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കൂളിൽ എന്ത് ചെയ്യാൻ പറ്റും, അവരെ ബാധിക്കുന്ന അസുഖങ്ങൾ, അതിന് നമുക്ക് എന്ത് പ്രിക്വേഷൻസ് എടുക്കാൻ പറ്റും, വാക്സിനേഷൻ എന്താണ്, ഗവൺമെന്റ് സൈഡിൽ നിന്ന് കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യത്തെ പാർട്ടിൽ പഠിക്കും. പിന്നെ എങ്ങനെയുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം അവർക്ക് കൊടുക്കണം, അത്. രണ്ടാമത്തെ പാർട്ട് വരുമ്പോൾ അതിന് കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ്, മൈൽ സ്റ്റോൺസ്, നാഴികക്കല്ലുകൾ എന്ന് പറയില്ലേ, ജനിച്ചു കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അത് അവരുടെ ഫിസിക്കലി ഉള്ള മാറ്റങ്ങൾ, അവരുടെ മസിൽസിന്റെ മൂവ്മെന്റ്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അവരുടെ ഇമോഷൻസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അവരുടെ ലാംഗ്വേജിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അവരുടെ ബുദ്ധിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അവരുടെ അവർ സോഷ്യലൈസ് ചെയ്യുന്ന രീതിയിലെ മാറ്റങ്ങൾ, ഇതെല്ലാം നമ്മൾ പഠിക്കും. ഇത് കഴിയുമ്പോൾ കുട്ടികളുടെ ബിഹേവിയർ നമ്മൾ പഠിക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടി എങ്ങനെയുള്ള കുട്ടിയാണെന്നറിഞ്ഞ് അവനെ എന്ത് പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, എപ്പോ പഠിപ്പിക്കണം എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതിന് നമ്മൾ സൈക്കോളജി അറിഞ്ഞിരിക്കണം. ഇനി സൈക്കോളജിയെ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് നമ്മൾ അറിയണം. നമ്മുടെ റോളുകൾ പലതാണ് അല്ലെ? കുട്ടിക്ക് അമ്മയായിരിക്കണം, കുട്ടിക്ക് നല്ലൊരു എക്സാമ്പിൾ ആയിരിക്കണം, നല്ലൊരു റോൾ മോഡൽ ആയിരിക്കണം, നല്ലൊരു ഗൈഡ് ആയിരിക്കണം, നമ്മളൊരു ഡേറ്റ കോച്ച് ആയിരിക്കണം. കുട്ടി ചോദിക്കുന്ന എന്ത് സംശയങ്ങൾക്കും വളരെ സന്തോഷത്തോടു കൂടി അവനെ സമാധാനത്തോടു കൂടി നമുക്ക് മറുപടി പറയാനായിട്ട് പറ്റും. അങ്ങനെ 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 പല റോളുകൾ ചെയ്യേണ്ട ആളുകളാണ് നമ്മൾ. അത് ഭയങ്കര ക്യൂരിയസ് മൈൻഡ് അവർക്ക്, ഭയങ്കര സംശയങ്ങളായിരിക്കും അല്ലെ? വൈ, വാട്ട്, വെൻ എന്നൊക്കെ പറഞ്ഞ അവർ കുറെ വൈ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് ശ്രദ്ധിക്കണം. ഇതാണ് മെത്തേഡ്. നമ്മൾ 1 മണിക്കൂറായിരിക്കും മൺഡേ ടു ഫ്രൈഡേ കാണുന്നത്. ടൈമിന്റെ കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമുക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു നമ്മുടെ ടെക്നിക്കൽ ടീമിൽ നിന്ന്. ഇലക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും ക്ലാസ് റെഗുലർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. 11 o'clock സാറ് ജോയിൻ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരും ലീവ് ആവരുത്, ഇവിടെ തന്നെ ഇരിക്കണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഡിപ്ലോമ അല്ലേ? PG ഡിപ്ലോമയാണ്. അതായത് ഡിപ്ലോമ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിന് ഡിപ്ലോമയുണ്ട്, മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിന് PG ഡിപ്ലോമയുണ്ട്. ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കോമൺ ആയിട്ട് നിങ്ങൾ 7 സബ്ജക്ട് പഠിക്കും. ഈ ഡിപ്ലോമക്കാരും PGക്കാരും 7 സബ്ജക്ട് പഠിക്കും. PGക്ക് 2 സബ്ജക്ട് അഡീഷണൽ ഉണ്ടാവും. അതിന്റെ സ്പ്ലിറ്റപ്പ് നിങ്ങൾക്ക് തരും കേട്ടോ, സിലബസും സ്പ്ലിറ്റപ്പും തരും. അത് ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഒരു ദിവസം. ആ സ്പ്ലിറ്റപ്പും ഓരോ സബ്ജക്റ്റും ഓരോ സബ്ജക്റ്റിന്റെ എക്സാമിന്റെ കാര്യങ്ങളും ഓരോ സബ്ജക്റ്റിന്റെ ഓരോ പ്രാക്ടിക്കൽ സൈഡും പറഞ്ഞുതരാം. ഓക്കെ മാം, താങ്ക് യു മാം. സ്റ്റഡി മെറ്റീരിയൽ എന്നാ കിട്ടുന്നേ? സ്റ്റഡി മെറ്റീരിയൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ടൈം പറഞ്ഞിട്ടില്ല, ടൈം പറഞ്ഞിട്ടില്ല. 7 to 10 കിട്ടുമെന്നാ പറഞ്ഞേ. അതെ അല്ലേ? ഓക്കെ. പിന്നെ നോട്ടിന്റെ കാര്യം, ബുക്സ് മേടിക്കുന്ന കാര്യം. എന്ത് ബുക്സാ? നോട്ട് എഴുതാൻ ഒരു ബുക്ക് കരുതിയാൽ മതി. നിങ്ങളുടെ കുട്ടികളുടെ പഴയ ബുക്കുകളിൽ കുറെ പേജസ് ഉണ്ടെങ്കിൽ ഒരുമിച്ചാക്കി ഒരു നോട്ട്ബുക്ക് ആക്കിയാലും പ്രശ്നമില്ല, ഒരു ഡയറി ആയാലും പ്രോബ്ലം ഇല്ല. ഓക്കെ മാം. ഓരോ സബ്ജക്റ്റിനും ഓരോ ടീച്ചറിനോ സെപ്പറേറ്റ് വേണ്ട കേട്ടോ. നമുക്ക് മതിയാകും. ഒരു നല്ലൊരു നോട്ട്ബുക്ക് അല്ലെങ്കിൽ നല്ലൊരു ഡയറി ഉണ്ടെങ്കിൽ അതിന് ബുക്ക് മാർക്ക് ഒക്കെ വെച്ച് ഒന്ന് നല്ല രീതിയിലൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്താൽ മതി. കാണുമ്പോൾ നല്ല നീറ്റായിട്ട് തോന്നണമെന്നേ ഉള്ളൂ, വേറെ ഒന്നും. നോട്ട്സ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യില്ല. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. കാരണം നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മളൊരു കോഴ്സിന് ചേരുമ്പോൾ ഞങ്ങൾക്ക് നോട്ട് തരും. അത് എല്ലാവർക്കും ഉള്ളൊരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ നമ്മുടെ ഈ ഒരു മെത്തേഡ് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിന് നോട്ടിന്റെ ആവശ്യമില്ല. കാരണം നമ്മളിത് സബ്ജക്ട് സ്റ്റഡിങ് അല്ല, നമ്മൾ ഇതിലൂടെ കടന്നു പോവുക. നമ്മുടെ ലൈഫിലെ എക്സ്പീരിയൻസ് ആയിട്ട് കണക്ട് ചെയ്ത്, എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത്, നമ്മുടെ ചുറ്റും നടന്ന കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത്, റിലേറ്റ് ചെയ്ത് നിങ്ങൾ സംസാരിക്കുവാണ് ഇവിടെ, ഞാൻ മാത്രമല്ല. ഇപ്പൊ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും പറഞ്ഞത്. അല്ലെങ്കിൽ എല്ലാ ചാൻസസും നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. നിങ്ങളാണ് അവിടെ ക്ലാസ് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനുണ്ടോ സംശയം?
പിന്നെ ടീച്ചിങ് പ്രാക്ടീസിന്റെ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മളുടെ മോഡ്യൂൾ 1 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിലെ പാർട്ട് 3 എത്തുമ്പോഴാണ് നമ്മളുടെ മറിയ മോണ്ടിസോറിയെ കുറിച്ചും നമ്മുടെ ഫൗണ്ടർ ഉണ്ടല്ലോ ഡോക്ടർ മറിയ മോണ്ടിസോറിയെ കുറിച്ചും അവരുടെ മെത്തേഡിനെ കുറിച്ചും ആ മെത്തേഡിന്റെ തിയറി, അതിന്റെ ആപ്ലിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തുടങ്ങുന്നത് പാർട്ട് 3 ആണ്. അപ്പൊ അത് തുടങ്ങുമ്പോ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ അതൊരു കോഴ്സ് തുടങ്ങിയത് 6 മന്ത് ആകുമ്പോഴേക്കും ആ ഒരു പോർഷനിലേക്ക് നമ്മൾ എത്തും. പിന്നെ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സ്കൂള്, നമ്മളുടെ ബയോഡേറ്റയിൽ ഞാൻ ഈ സ്കൂളിലാണ് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കതൊരു നല്ലൊരു പോയിന്റ് തരുവാണെങ്കിൽ ആ രീതിയിൽ സ്കൂൾ സെലക്ട് ചെയ്യാം. പിന്നെ ഏത് സ്കൂൾ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാൻ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് നോൺ മോണ്ടിസോറി സ്കൂളിൽ മാത്രമേ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാവൂന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്ത് മോണ്ടിസോറി മെത്തേഡുള്ള സ്കൂളിലേക്ക് ഞാൻ പോയതാ. ബാക്കി എല്ലാവരും നോൺ മോണ്ടിസോറി സ്കൂളിലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ പറഞ്ഞല്ലോ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെസിലിറ്റേറ്റർ കുട്ടിയെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. കുട്ടിയാണ് കൂടുതൽ സമയം ആക്റ്റീവ്. അപ്പൊ ചുമ്മാ ഒരു കുഞ്ഞിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ നമുക്ക് അവിടെ ചെയ്യാനൊന്നുമില്ല എന്നൊരു തോട്ട് നമുക്ക് വരണ്ട. ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ ട്രഡീഷണൽ സ്കൂളിൽ പോകുന്നത്. പിന്നെ ഒട്ടുമിക്ക CBSE സ്കൂളിലും ഈ KG സെഷനിൽ മോണ്ടിസോറി മെത്തേഡും ട്രഡീഷണൽ മെത്തേഡും കൂടെ മിക്സ് ചെയ്ത ഒരു പഠന രീതിയാണ് നമ്മുടെ നാട്ടിലൊക്കെ. അപ്പോ അവർ പ്രിഫർ ചെയ്യും KG സെഷനിലേക്ക് മോണ്ടിസോറി ടീച്ചർമാരെ. പിന്നെ അതുപോലെ തന്നെ ടീച്ചിങ് പ്രാക്ടീസ് 10 to 15 ഡേയ്സ് ചെയ്താൽ മതി. നിങ്ങൾക്കത് കൂടുതൽ ചെയ്യണം, ഒരു എക്സ്പീരിയൻസ് വേണം എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരു മാസം ചെയ്യണം, 2 മാസം ചെയ്യണം, ഇറ്റ്സ് അപ് ടു യു. പിന്നെ നമ്മള് ഒരു സ്കൂള്, മിക്ക പാരന്റ്സ് അമ്മമാരുള്ളവര് മക്കള് പഠിക്കുന്ന സ്കൂൾ തന്നെ സെലക്ട് ചെയ്യാറുണ്ട്. കാരണം അവർക്ക് അവിടെ ഒരു ചാൻസ് വന്നാൽ ഒരു പ്രിഫറൻസ് അവിടുത്തെ മാനേജ്മെന്റ് പ്രിൻസിപ്പളൊക്കെ കൊടുക്കുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കി നമ്മളൊരു സ്കൂള് സെലക്ട് ചെയ്യണം. അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ജോബ് കിട്ടിയാലും നമുക്ക് മുന്നോട്ട് പോകണം. പിന്നെ 10 to 15 ഡേയ്സ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 1 മന്ത് ഒക്കെ സാറ് ചിലപ്പോൾ ചെയ്തത് സാർ 1 മന്ത് ചെയ്യൂ, 2 മന്ത് ചെയ്യൂ എന്നൊക്കെ പറയുമായിരിക്കും. നമുക്ക് ഈ മെത്തേഡ് ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സാധാരണ ഒരു ടീച്ചിങ് കോഴ്സിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യമാണ് ലെസൺ പ്ലാൻ എന്നുള്ള കാര്യം. ഒരു ഐഡിയ ഉണ്ടായിരിക്കും അല്ലെ നിങ്ങൾക്ക് ലെസൺ പ്ലാൻ എന്താന്ന്. അതായത് ഇപ്പൊ ഒരു വീക്കിലേക്കായിരിക്കും ചിലർ പ്രിപ്പയർ ചെയ്യുന്നത്, ചിലരൊരു മന്തിലേക്ക് പ്രിപ്പയർ ചെയ്യും. ആ ഒരു വീക്കിൽ ഓരോ ക്ലാസ്സിലും പോയി എന്തൊക്കെയാണ് പഠിപ്പിക്കാൻ പോകുന്നത്, അതാണ് ലെസൺ പ്ലാൻ. മോണ്ടിസോറി മെത്തേഡില് നമ്മൾ ചെയ്യുന്നത് ടീച്ചിങ് മാനുവൽ ആണ്. അതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മള് ആദ്യമേ തന്നെ പ്രീ പ്ലാൻ ചെയ്യുന്നില്ല കുട്ടികൾക്ക് എന്ത് കൊടുക്കും. നമ്മൾ ആ എൻവയോൺമെന്റിൽ ചെന്ന് കുട്ടികളെ കണ്ടു കഴിയുമ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് എന്താന്ന് മനസ്സിലാക്കിയാണ്. കുട്ടി നമ്മൾ ആൽഫബറ്റ്സ് പഠിപ്പിക്കാൻ പോവാന്ന് വിചാരിച്ചു, അതിന്റെ ഒരു ആക്ഷൻ സോങ് വെച്ചിട്ട് കുട്ടികൾ പറയാൻ വേണ്ട മിസ് ഞങ്ങൾക്ക് ഇന്ന് കഥ കേൾക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധിച്ച് അവരെ കൊണ്ട് ആൽഫബറ്റ് സോങ് നമ്മൾ ചെയ്യില്ല. നമ്മൾ നേരെ കഥയിലേക്ക് പോകും, അങ്ങനെ കഥ പറഞ്ഞു കൊടുക്കും. അതിനെ ആൽഫബറ്റ്സ് കഥയിലൂടെ പഠിപ്പിക്കാനാണെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം. ഇനി ഈ സ്റ്റോറി എന്ന് പറയുന്നത്, ഈ ഒരു കഥ എന്ന് പറയുന്നത് നമുക്ക് അത് നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാം. അതായത് നമ്മുടെ സ്റ്റോറിയിൽ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ അനിമൽ ക്യാരക്ടേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ ഹ്യൂമൻ ബീയിങ് ഉണ്ടാവും. ഈ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ മാസ്ക് ഉണ്ടാക്കിയിട്ട് ആ മാസ്ക് വെച്ച് കഥ പറഞ്ഞു കൊടുത്ത കുട്ടികൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അങ്ങനെ നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യാം. നമ്മുടെ ഇവിടെ ബാച്ചിലെ കുട്ടികൾ ചെയ്യാറുണ്ടായിരുന്നത് ഫേസ് മാസ്ക് വെച്ചു. ഞാൻ ഉണ്ടാക്കിയ മാസ്കിന് ഇങ്ങനെ ടോയിന് ഇങ്ങനെ ഒരു ചരട് ഇങ്ങനെ വെക്കുന്ന രീതിയിലായിരുന്നു. ചില കുട്ടികൾ ഉണ്ടാക്കിയത് ഇങ്ങനെ സ്റ്റിക്ക് പോലെ കയ്യിൽ പിടിച്ചിട്ട് ഫേസ് ഇങ്ങനെ മറച്ചു പിടിക്കുന്ന രീതിയിൽ സ്റ്റിക്ക് വെച്ചു. പിന്നെ വേറെ ചിലർ ചെയ്തതെന്ന് വെച്ചാൽ പപ്പറ്റ് ഷോ ഒക്കെ നടത്തില്ലേ, ഫിംഗേഴ്സിൽ ഇങ്ങനെ ക്യാപ്പ് പോലെ ഓരോരോ ഷേപ്പ്, റാബിറ്റിന്റെ ആണെങ്കിൽ റാബിറ്റ്, ഫോക്സ് ആണെങ്കിൽ ഫോക്സ്, ഡോഗ് ആണെങ്കിൽ ഡോഗ്, ക്യാറ്റ് ആണെങ്കിൽ ക്യാറ്റ്, അങ്ങനെ വെച്ചിട്ട് ഫിംഗേഴ്സ് മൂവ് ചെയ്ത് അങ്ങനെ കഥ പറഞ്ഞു. അതൊക്കെ ക്ലാസ് റൂമിൽ അവർ കാണിക്കാറുണ്ട് കേട്ടോ. എനിക്കിത് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കഥയൊക്കെ പറയാറൊക്കെ. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ഇന്നോവേറ്റീവ് ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ ചെയ്യുക, നമ്മുടെ ക്രിയേറ്റിവിറ്റി പുറത്തേക്ക് എടുക്കുക, നമ്മുടെ ഇന്നോവേറ്റീവ് ഐഡിയാസ് പുറത്തേക്ക് കൊണ്ടുവരിക, ഇത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഡൗട്ട്സ്? അതൊക്കെ ഇനി ക്ലാസ്സിൽ വരുമ്പോൾ മനസ്സിലാവും.
പിന്നെ ഇങ്ങനെ കുറെ ആക്ടിവിറ്റീസ് തരും. അയ്യോ എനിക്ക് സമയമില്ലല്ലോ, ഞാൻ ഇതൊക്കെ എങ്ങനെ ചെയ്യും? ലാസ്റ്റ് മൊമെന്റിലേക്ക് ഷെഡ്യൂൾ ചെയ്യരുത്. കാരണം നമ്മളെല്ലാരും തന്നെ നമ്മുടെ വീട്ടിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറെ പേരൊക്കെ വീട്ടിലുണ്ടാവും. കുഞ്ഞു കുട്ടികളുണ്ടാവും, പ്രായമായവരുണ്ടാവും, വീട്ടില് പാരന്റ്സ് ഉണ്ടാവും, അങ്ങനെ പലരും ഉണ്ടാവും. അപ്പം അവരുടെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നമ്മളെല്ലാരും ചെയ്യുന്ന കാര്യം, നമ്മുടെ മനസ്സ് അങ്ങനെയാണല്ലോ, നമ്മുടെ കാര്യം അങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മൾ അവരുടെ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് ഇനീഷ്യലി വർക്ക് തരുമ്പോൾ തന്നെ കുറേശ്ശെ ഒന്ന് ഷെഡ്യൂൾ ചെയ്യാം. ഒരു ദിവസം ഒരു 20 മിനിറ്റ് ഒക്കെ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ലാസ്റ്റ് മൊമെന്റിൽ എല്ലാം കൂടെ ചെയ്യുമ്പോൾ വളരെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതുമല്ല, നമുക്ക് വളരെ ആലോചിച്ച് ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഇങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ വീട്ടിലുള്ള എല്ലാരെയും കൂട്ടുക. നിങ്ങൾക്ക് മാസ്ക് ഉണ്ടാക്കണം, കട്ട് ചെയ്യണം, പേപ്പർ കട്ട് ചെയ്യണം, കളർ ചെയ്യണം, കണ്ണ് വരയ്ക്കണം, മൂക്ക് വരയ്ക്കണം. മക്കളെയും ലൈഫ് പാർട്ട്ണറെയും വീട്ടിൽ ആരൊക്കെയുണ്ടോ എല്ലാരെയും കൂട്ടുക. ഇപ്പൊ വീട്ടിലൊരു ക്ലൈമറ്റ് തന്നെ മാറില്ലേ? കുഞ്ഞുങ്ങളും ഡിജിറ്റൽ വേൾഡിൽ നിന്നൊക്കെ പുറത്തു വന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ചിലര് പറയണേക്കാം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ആദ്യം ചോദിക്കുന്നത് അമ്മ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്. അവർക്കത് അത്രയും ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ നമ്മുടെ വീട്ടിലെ ക്ലൈമറ്റ് തന്നെ മാറും. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കും. അപ്പൊ കുട്ടികൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ചില കുഞ്ഞുങ്ങൾ അമ്മമാരുടെ കൂടെ ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെ സ്കൂളില്ലാത്ത ദിവസം അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അവർ അമ്മമാരുടെ കൂടെ ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യും. പിന്നെ നമുക്ക് ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MCQ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് 4 ആൻസർ ഓപ്ഷൻ ഉണ്ടാകും. അതിൽ നിന്ന് ശരിയായിട്ടുള്ളത് എടുത്തെഴുതുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ടെസ്റ്റ് തരുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഗൂഗിൾ ഫോം ആയിരിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും. നിങ്ങൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ടച്ച് ചെയ്യുമ്പോൾ ആ ഡോട്ട് അങ്ങ് ഹൈലൈറ്റ് ആകും. എന്നിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ നിങ്ങളുടെ സ്കോർ കാണും. 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ചിട്ട് 10 മാർക്ക് എന്ന് പറഞ്ഞിട്ട് മുഴുവൻ ശരിയായ കിട്ടും. ഇനി തെറ്റിപ്പോയി എന്ന് വെച്ചാൽ ഒട്ടും ടെൻഷൻ വേണ്ട. നമ്മൾ സബ്ജക്ട് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് യൂണിറ്റ് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിരിക്കും. നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ആ മോക്ക് ടെക്സ്റ്റ് എടുത്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പിന്നെ മോഡ്യൂൾ 1 പറഞ്ഞു 4 പാർട്ടുകൾ ഉണ്ട്. അതിൽ പാർട്ട് 1ഉം പാർട്ട് 2ഉം കഴിയുമ്പോൾ ഒരു എക്സാം നടത്തും, ടേം 1 എക്സാമിനേഷൻ. മോഡ്യൂൾ 2 നിങ്ങളുടെ ഇംഗ്ലീഷ് ആണ്. ടേം 1 എക്സാമിനേഷനിൽ 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ 10 ക്വസ്റ്റ്യൻ പാർട്ട് 1നും പാർട്ട് 2നും, 40 ക്വസ്റ്റ്യൻ പാർട്ട് 1നും പാർട്ട് 2നും, 10 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ നിന്നായിരിക്കും. അങ്ങനെയാണ് 50 ക്വസ്റ്റ്യൻ. ഈ അത് നിങ്ങൾ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ സ്കോർ അപ്പൊ തന്നെ വരില്ല. പിന്നീട് റിസൾട്ട് അനൗൺസ് ചെയ്യാണ് ചെയ്യുന്നത്. മോക്ക് ടെസ്റ്റ് പോലെ സ്കോർ അപ്പൊ അറിയാൻ പറ്റില്ല. പിന്നെ വീണ്ടും പാർട്ട് 3ഉം പാർട്ട് 4ഉം കഴിയുമ്പോൾ അടുത്ത ടേം എക്സാമിനേഷൻ ടേം 2. അതിലും 40 ക്വസ്റ്റ്യൻ 3 and 4 പാർട്ടിൽ നിന്നാണ്, 10 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ആണ് ടേം എക്സാമിനേഷൻ. ഇനി മോഡ്യൂൾ 1 കഴിയുമ്പോൾ മെയിൻ എക്സാമിനേഷൻ വരും. മെയിൻ എക്സാമിനേഷൻ സബ്ജക്ട് വൈസ് ആണ്. സബ്ജക്റ്റിന്റെ സ്പ്ലിറ്റപ്സ് നിങ്ങൾക്ക് കിട്ടും. ഓരോ സബ്ജക്റ്റും 50 ക്വസ്റ്റ്യൻ വീതമായിരിക്കും. 2 മാർക്കാണ്. 100 ഒരു ക്വസ്റ്റ്യന് ആൻസറിന് 2 മാർക്കാണ്. 100 മാർക്കാണ് ടോട്ടൽ വരുന്നത്. ഇന്നോർത്ത് ടെൻഷനൊന്നും ആവണ്ട. നമ്മൾ ക്ലാസ് അതുപോലെ പറഞ്ഞു പോകും. ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് തന്നെ നിങ്ങളുടെ PDF-നെയും ബേസ് ചെയ്ത് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക കേട്ടോ. അത് ഒരു എക്സാം ഒക്കെ എഴുതി കഴിയുമ്പോൾ മനസ്സിലാകും ക്വസ്റ്റ്യന്റെ രീതി. അതൊന്നും ഒരു ടെൻഷന്റെ ആവശ്യമില്ല. നമ്മൾ ഫൈനലി ഒരു വൈവ കണ്ടക്ട് ചെയ്യാറുണ്ട്. നമ്മുടെ പ്രാക്ടിക്കൽ സെഷൻ അത് ഓൺലൈൻ ഗൂഗിൾ മീറ്റിൽ കൂടെ തന്നെയായിരിക്കും വൈവ. 1 to 1 വൈവ എടുക്കുന്ന ടീച്ചറും ആ കുട്ടിയും മാത്രം. റെക്കോർഡൊന്നും ചെയ്യില്ല. എല്ലാ പ്രൈവസിയും ഉണ്ട്, കോൺഫിഡൻഷ്യാലിറ്റിയും ഉണ്ട്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആ ഒരു ടീച്ചറും നിങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഇടുന്ന മാർക്ക് മാത്രം പബ്ലിഷ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 10 മിനിറ്റത്തെ കാര്യമുള്ളൂ വൈവ എന്ന് പറയുന്നത്. നമ്മൾ കോഴ്സ് ഇതെല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകും. എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സർട്ടിഫിക്കറ്റ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ പുറത്തെടുത്ത് സന്തോഷത്തോടു കൂടി ചെയ്യുമ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി അത് കംപ്ലീറ്റ് ചെയ്യും കോഴ്സ്. നമുക്ക് ഏതൊരു സ്കൂളിലും കോൺഫിഡന്റ് ആയിട്ട് പോകാനായിട്ട് പറ്റും. അതിന് നിങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യും നമ്മൾ. അതിനുള്ള എല്ലാ സപ്പോർട്ടിനും വേണ്ടുന്ന ഒരു എൻ്റയർ ടീമാണ് നമുക്കിവിടെ ഉള്ളത് കേട്ടോ, ഏതൊരു സമയത്തും. ഓക്കെ, ഓരോ ക്ലാസ്സിലും ഓരോരോ ടീച്ചേഴ്സിനെ ആയിട്ട് കാണാം. ഞാൻ ഏത് ദിവസമാണ് വരുന്നതെന്ന് എനിക്ക് ടൈം ടേബിൾ കറക്റ്റ് കിട്ടിയിട്ടില്ല. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്യും. മോണ്ടിസോറി
മോണ്ടിസോറി മെത്തേഡൊക്കെ വരുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും, എക്സാം ടൈമിലും എല്ലാം, ഓരോ ടൈമിലും. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? സാറ് കയറാറായി തോന്നുന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ വരുമ്പോഴേ ചോദിക്കാം. നോ മാം. താങ്ക് യു മാം. ഓക്കെ, Thank താങ്ക് you, യു. ma'am. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മാം. സാറ് ജോയിൻ താങ്ക് ആവും. യു. എന്റെ പേര് സിക്സ. എന്റെ പേര് നിങ്ങൾക്ക് അവിടെ കാണാം. എന്റെ പേരാണ് കാണാം. ഇഷ മാം. ബൈ.